പൊതുസമൂഹത്തിൻ്റെ മുന്നിലും അതുപോലെ തന്നെ മലബാർ നേരിടുന്ന അടിസ്ഥാനപരമായ ഒട്ടനവധി വിഷയങ്ങൾ സംസ്ഥാനം രൂപീകൃതമായതിനു ശേഷം പോലും പരിഹരിക്കപ്പെടാതെ മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യത്തിൽ സമഗ്രമായ ചില വികസനങ്ങൾ മലബാറിൽ നടത്തേണ്ടതുണ്ട്. മാറി മാറി വന്ന ഗവൺമെൻറ്റുകൾ ഈ വിഷയം ഏറ്റെടുക്കാതെ പോയതിൻ്റെ വലിയ രീതിയിലുള്ളൊരു അനീതി മലബാറിനോടും പ്രത്യേകിച്ചും മലപ്പുറം, കോഴിക്കോട് ജില്ലകളോടുമുണ്ട് എന്ന ചില വസ്തുതകൾ പൊതുസമൂഹത്തിൻ്റെ മുന്നിലെത്തിക്കുകയും അതിന് പരിഹാരം തേടുകയും ചെയ്യുന്ന ഒരു ക്യാമ്പയിൻ കേരളത്തിലുടനീളം ആരംഭിക്കാൻ തൃണമൂൽ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ മലബാർ വിഭജന വികസന മുന്നേറ്റ സമിതി എന്ന എല്ലാ സാമൂഹിക, സാമുദായിക, സോഷ്യൽ സംഘടനകളെയും ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു ക്യാമ്പയിൻ തുടങ്ങുകയാണ്. ഇതിന് ഉപോത്ബകമായ ചില കാര്യങ്ങൾ പത്രമാധ്യമങ്ങൾ വഴി ജനങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താനാണ് പ്രധാനമായിട്ടും ഈ പ്രസ് മീറ്റ് എന്ന് വിളിച്ചിട്ടുള്ളത്. നമ്മുടെ രാജ്യത്ത് കഴിഞ്ഞ സ്വാതന്ത്ര്യത്തിന് ശേഷമുള്ള കാലഘട്ടം നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ നിരവധിയായ ഘട്ടങ്ങളിൽ പുതിയ ജില്ലകൾ ഓരോ സംസ്ഥാനത്തും ഉടലെടുക്കുകയും പല ജില്ലകളും വിഭജിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട്. കേരളത്തിൽ അവസാനമായി ഉണ്ടായ 2 ജില്ല 1982 പത്തനംതിട്ടയും 1984 കാസർഗോഡ് ജില്ലയുമാണ്. 84 കാസർഗോഡ് ജില്ല ഉണ്ടായതിന് ശേഷം കേരളത്തിൽ ഒരു പുതുതായിട്ട് കഴിഞ്ഞ 41 വർഷമായിട്ട് ഒരു ജില്ല പോലും ഉണ്ടായിട്ടില്ല എന്ന വസ്തുത അതീവ ഗൗരവമായിട്ടുള്ളൊരു വിഷയം മാത്രമല്ല, അതിൻ്റെ പേരിൽ സംസ്ഥാനത്തൊട്ടാകെ തന്നെ വികസന പ്രവർത്തനങ്ങൾ, സാധാരണ ജനങ്ങൾക്ക് ലഭ്യമാകേണ്ട നീതി ലഭ്യമാകാതെ പോകുന്നു എന്നത് വളരെ വസ്തുതാപരമായ ഒരു വിഷയമായി നിൽക്കുകയാണ്. ഈ കാര്യങ്ങളെല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ട് നമ്മളൊരു കൈപ്പുസ്തകം ഇറക്കിയിട്ടുണ്ട്. ആ കൈപ്പുസ്തകം നിങ്ങൾക്ക് എല്ലാവർക്കും നൽകിയിട്ടുണ്ട്. അതിൽ കൊടുത്തിരിക്കുന്ന എല്ലാ കണക്കുകളും സർക്കാർ ഡിപ്പാർട്ട്മെന്റുകളിൽ നിന്ന് നമ്മൾ എടുത്തിട്ടുള്ള കണക്കുകളാണ്. മലബാറിനോടുള്ള ഈ അവഗണന ഇനിയും ക്ഷമിക്കാൻ കഴിയില്ല എന്നതാണ് ആ കൈപ്പുസ്തകത്തിൻ്റെ പ്രധാനമായിട്ടുള്ള ഒരു ക്യാപ്ഷനായിട്ട് നമ്മൾ എടുത്തിട്ടുള്ളത്. ഇതിൽ 2-ാം പേജിൽ നിങ്ങൾക്ക് നോക്കിയാൽ കാണാവുന്ന കാര്യം, ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങളിൽ ജനസംഖ്യ ആനുപാതികമായി ജില്ലകളുടെ എണ്ണത്തിൽ വന്ന വർധന ഒറ്റൊന്ന് പരിശോധിച്ചാൽ ഈ കാര്യം ഒറ്റയടിക്ക് നമുക്ക് ബോധ്യപ്പെടും. ഇപ്പം നമ്മളെ തൊട്ടടുത്ത സംസ്ഥാനമായ തമിഴ്നാട്ടിൽ 1981 ഉണ്ടായിരുന്നത് 14 ജില്ലയാണ്. ആ 14 ജില്ല ഇന്ന് 39 ജില്ലയാണ്. 81 14 ജില്ല ഉണ്ടായിരുന്ന തമിഴ്നാട് അതിൻ്റെ 15 ജില്ലകളാണ് വർദ്ധിച്ചിരിക്കുന്നത്. 100% വർധനവാണ് എവിടെ ഉണ്ടായിരിക്കുന്നത്? തമിഴ്നാട്ടിൽ. കർണാടകയിൽ 19 ജില്ല ഉണ്ടായിരുന്നത് 39 ജില്ലയായി, 16 നിന്ന് 39. മണിപ്പൂരിൽ 9 ജില്ല ഉണ്ടായിരുന്നത് 16 ജില്ലയായി. മറ്റൊരു സംസ്ഥാനം ഹരിയാന എടുത്താൽ 12 ജില്ല ഉണ്ടായിരുന്നത് 22 ജില്ലയായി. പഞ്ചാബിൽ 13 ഉണ്ടായിരുന്നത് 23 അങ്ങനെ ആ ജില്ലകളെ കണക്കതിൽ പറയുന്നുണ്ട്. ഇവിടെയാണ് കേരളം 12 ജില്ലയായിരുന്നത് 14 ജില്ലയാവുന്നത്. വെറും 2 ജില്ല വർദ്ധിക്കുമ്പോൾ 10%, 15% വർധനവ് കേരളത്തിൽ ഉണ്ടാകുമ്പോഴാണ് നമ്മുടെ തൊട്ടടുത്ത സംസ്ഥാനത്തൊക്കെ 100%-ലധികമുള്ള ജില്ലാ വിഭജനം ഉണ്ടായത്. അപ്പൊ ജില്ലാ വിഭജനം നടക്കാത്തതിനാൽ ഉണ്ടാകുന്ന വിഷയങ്ങൾ നിരവധിയാണ്. അപ്പൊ നമുക്ക് തന്നെ ഇപ്പൊ ഇവിടെ പരിശോധിച്ചാൽ നമ്മളെ തൊട്ടടുത്ത ജില്ലയാണ് ഈ നിൽക്കുന്ന വയനാട്.
ഏകദേശം 8.25 ലക്ഷം ജനമാണുള്ളത്. ആ 8.25 ലക്ഷം ജനത്തിന് ആ ജില്ലയിൽ ഒരു മെഡിക്കൽ കോളേജ് ഉണ്ട്, ഒരു ജില്ലാ കളക്ടറുണ്ട്, ഒരു ജില്ലക്ക് ആവശ്യമായ മറ്റു സംവിധാനങ്ങളുണ്ട്. അവിടെ നമ്മൾ കലക്ടർക്ക് ഒരാളൊരു പരാതി കൊടുത്താൽ ഒരു മാസത്തിനുള്ളിൽ എന്തെങ്കിലും ഒരു തീരുമാനം കിട്ടും. പക്ഷേ മലപ്പുറം ജില്ലയിൽ 51 ലക്ഷം ജനം കവിഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ 51 ലക്ഷം ജനം എന്ന് പറഞ്ഞാൽ 2011 സെൻസസിൽ പ്രകാരം 41 ലക്ഷം ജനം മലപ്പുറത്തുണ്ട്. ജനസംഖ്യയുടെ റേഷ്യോ സർക്കാർ കണക്കാക്കിയിരിക്കുന്നത് ഈ ജില്ലയിൽ 13.46 ആണ്. 13.46ന്റെ വർധനവ് കൂടി നമ്മൾ കണക്കാക്കിയാൽ ഇന്ന് ഏകദേശം 52 ലക്ഷം ജനം മലപ്പുറം ജില്ലയിൽ ജീവിക്കുകയാണ്. ഇവിടെയും ഒരു കലക്ടറാണ് ഉള്ളത്. ഈ ഒരു കലക്ടർക്ക് ഒരു പരാതി കൊടുത്താൽ നമുക്ക് നീതി ലഭ്യമാവാൻ എന്തായിരിക്കും സ്ഥിതി എന്ന് മലപ്പുറത്ത് ജീവിക്കുന്ന ആളുകൾക്ക് അറിയാൻ കഴിയും. ഇപ്പൊ ജില്ലകൾ വിഭജിക്കപ്പെടാത്തതിന്റെ ഒന്നാമത്തെ വിഷയം ആരോഗ്യരംഗത്ത് ആരംഭിക്കുകയാണ്. ഈ പറയുന്ന വയനാട്ടിൽ ഒരു മെഡിക്കൽ കോളേജാണ്. മലപ്പുറത്തുള്ള മെഡിക്കൽ കോളേജ് നിങ്ങൾക്കറിയാം, മഞ്ചേരി ജില്ലാ ആശുപത്രി മെഡിക്കൽ കോളേജ് ആക്കി. അര മെഡിക്കൽ കോളേജ് പോലും ഈ 51 ലക്ഷം ജനങ്ങൾക്ക് യഥാർത്ഥത്തിൽ ഇവിടെ ഇല്ല. അപ്പൊ ആരോഗ്യരംഗത്ത് കേരളത്തിൽ ഏറ്റവും കൂടുതൽ പ്രയാസം അനുഭവിക്കുന്ന ജനങ്ങളിൽ ഒരു വിഭാഗമാണ് ഈ പറയുന്ന ജനസംഖ്യ അധികമുള്ള മലപ്പുറത്തും കോഴിക്കോടും. കോഴിക്കോടും ഏകദേശം 38 ലക്ഷം ജനങ്ങളായിക്കൊണ്ടിരിക്കുകയാണ്. വിദ്യാഭ്യാസ രംഗം നിങ്ങൾക്കറിയാം, എപ്പം നമ്മൾ പരിശോധിച്ചാലും 10ാം ക്ലാസ് കഴിഞ്ഞ് 11ാം ക്ലാസ് പരീക്ഷ കഴിഞ്ഞ് സ്കൂൾ ആരംഭിക്കുമ്പോൾ നമുക്ക് ജില്ലയിൽ ഒരിക്കലും സീറ്റ് ഉണ്ടാവാറില്ല. എന്നും ഇവിടെ പ്രതിസന്ധിയാണ്. തിരുവിതാംകൂർ സൈഡിലേക്ക് നമ്മൾ പരിശോധിച്ച് നോക്കുമ്പോൾ എന്താണ്, അവിടെ 15ഉം 20ഉം കുട്ടികൾ ഒരു ക്ലാസ്സിൽ പഠിക്കുമ്പോൾ മലപ്പുറത്ത് 11ാം ക്ലാസ്സിൽ അഡീഷണൽ സീറ്റ് എന്ന ഓമന പേരിട്ട് 60ഉം 70ഉം 80ഉം കുട്ടികൾ പഠിക്കുന്ന സ്ഥിതിവിശേഷമുള്ള സ്കൂളുകളാണ് ഇവിടെ ഉള്ളത്. +2 കഴിഞ്ഞാൽ കോളേജിൽ അഡ്മിഷൻ ഇല്ല. 10ാം ക്ലാസ് പാസ്സാവുന്ന കുട്ടികളിൽ 50%-ലധികം +2-ന് ക്ലാസ് അഡ്മിഷൻ കിട്ടാതെ പോകുന്നു. +2 കഴിയുന്നവരുടെയും സ്ഥിതി അത് തന്നെയാണ്. അപ്പോ ആരോഗ്യരംഗം, വിദ്യാഭ്യാസ രംഗം വിഭജനം നടക്കാതെ ഒരു നിലക്കും നമുക്ക് പൂർത്തിയാക്കാൻ സാധിക്കില്ല. അത് വലിയ വിവേചനം നമുക്കിവിടെ കാണാൻ കഴിയും. ഇനിയിപ്പോ മറ്റൊരു തൊട്ടടുത്ത കണക്ക് നിങ്ങൾക്ക് പരിശോധിക്കുമ്പോൾ ഇന്ത്യയിലെ 8 സംസ്ഥാനങ്ങൾ, അവിടുത്തെ ജനസംഖ്യ ഈ പറയുന്ന എന്താ പറയാ മലപ്പുറം ജില്ലയേക്കാൾ താഴെയാണ് ഓരോ സംസ്ഥാനത്തിലെ ജനസംഖ്യ. 35 ലക്ഷം ജനങ്ങൾക്ക് താഴെയുള്ള 8 സംസ്ഥാനങ്ങൾ ഇന്ത്യയിലുണ്ട്. അവിടെ മുഖ്യമന്ത്രിയുണ്ട്, മന്ത്രിമാരുണ്ട്, ഈ പറയുന്ന കളക്ടർമാരുണ്ട്, ബാക്കിയുള്ള സംവിധാനങ്ങളുണ്ട്. അങ്ങനത്തെ 8 സംസ്ഥാനങ്ങളിലുള്ള ഇന്ത്യ, ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളെയും കൂടുതലാണ് നിലവിൽ മലപ്പുറം ജില്ലയിലെ ജനസംഖ്യ. ത്രിപുര 37 ലക്ഷം, മേഘാലയ 30 ലക്ഷം, മണിപ്പൂര് 28 ലക്ഷം, നാഗാലാൻഡ് 20 ലക്ഷം, ഗോവ 15 ലക്ഷം, അരുണാചൽ പ്രദേശ് 14 ലക്ഷം, മിസോറാം 11 ലക്ഷം, സിക്കിം ഒരു സംസ്ഥാനമാണ് 6 ലക്ഷം ജനം. 8 സംസ്ഥാനങ്ങൾ, ഒരു ജില്ലയേക്കാൾ ജനസംഖ്യ കുറഞ്ഞ 8 സംസ്ഥാനങ്ങൾ നമ്മുടെ ഈ രാജ്യത്ത് തന്നെയാണ്. അപ്പോഴാണ് 51 ലക്ഷം ജനങ്ങളെ മലപ്പുറം ജില്ലയും 35 ലക്ഷം ജനങ്ങളെ ഈ പറയുന്ന കോഴിക്കോട് ജില്ലയും 40 ലക്ഷത്തോളം ജനങ്ങളെ തിരുവനന്തപുരം ജില്ലയും ഏകദേശം 35 ലക്ഷത്തോളം കൊല്ലം ജില്ലയും പേറുന്നു എന്ന വസ്തുത നമ്മൾ മനസ്സിലാക്കണം. ഇത് തന്നെയാണ് എറണാകുളത്തിന്റെ സ്ഥിതി. ഇത് വലിയ അനീതി. ഈ വിഷയത്തിൽ ഒറ്റയടിക്ക് നമുക്ക് നോക്കാൻ സാധിക്കും. അപ്പൊ സ്വാഭാവികമായിട്ടും അവിടെയൊക്കെ ഈ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും ഇതിൽ ഏറ്റവും പ്രതിസന്ധിയിലാക്കുന്നത് നമ്മുടെ മലബാറിനെയാണ്. എന്തുകൊണ്ടാണ്? രാജ്യത്തിന് സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ തന്നെ മലബാർ അങ്ങേയറ്റം പിന്നോക്കാവസ്ഥയിലാണ്. ബ്രിട്ടീഷുകാർ ഭരിക്കുന്ന കാലത്ത് ഇത് മദ്രാസ് സ്റ്റേറ്റും നമ്മളെ മലബാർ മദ്രാസിന്റെ ഭാഗമായി നിന്ന് പിന്നെ കൊച്ചിനും അതുപോലെ തന്നെ തിരുവിതാംകൂറുമാണ്. ഇവിടെ ബ്രിട്ടീഷ് സാമ്രാജ്യ പോരാട്ടത്തിൽ പങ്കാളിയായി 150 കൊല്ലവും പോരാട്ടം നടത്തിയത് മലബാർ മാത്രമാണ്. ഒരു ദിവസം പോലും മലബാറിൽ
ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരെ സമരം നടക്കാത്ത ഒരു ദിവസം പോലും നടന്നു പോയിട്ടില്ല എന്ന് എല്ലാ ചരിത്ര ഗ്രന്ഥങ്ങളും ഇവിടെ രേഖപ്പെടുത്തിയാണ്. സ്വാഭാവികമായിട്ടും അന്ന് തിരുവിതാംകൂറിനെ സംബന്ധിച്ചിട്ട്, കൊച്ചിയെ സംബന്ധിച്ചിട്ടും അവിടുത്തെ രാജാക്കന്മാർ അന്ന് ബ്രിട്ടീഷുകാർക്ക് കപ്പം കൊടുത്ത് അവരുമായുള്ള ഒരു അഡ്ജസ്റ്റ്മെന്റിൽ അവരുമായി സഹകരിച്ചു പോകുന്ന രാജാക്കന്മാരായിരുന്നു യഥാർത്ഥത്തിൽ തിരുവിതാംകൂറിലും ഈ പറയുന്ന കൊച്ചിയിലൊക്കെ ഉണ്ടായിരുന്നത്. മലബാറിൽ നേരെ തിരിച്ചായിരുന്നു. അതുകൊണ്ട് എന്ത് സംഭവിച്ചു? മലബാറിൽ ജനങ്ങളെ ശത്രുക്കളായി കണ്ടുകൊണ്ടാണ് രാജ്യത്തിന് സ്വാതന്ത്ര്യം കിട്ടുന്നത് വരെയുള്ള ബ്രിട്ടീഷ് ഭരണാധികാരികളുടെ നിലപാടുണ്ടായിരുന്നത്. ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരെ നിരന്തരമായി പോരാട്ടം നടത്തി പതിനായിരങ്ങൾ മരിച്ചു വീണത് കേരളത്തിൽ, മലബാറിൽ മാത്രമാണ്. നമ്മൾ തിരുവിതാംകൂറും കൊച്ചിയും പരിശോധിച്ച് നോക്കിയാൽ പുന്നപ്ര, വയലാർ ആ തൊഴിലാളികൾ നടത്തിയ പോരാട്ടത്തിന് അപ്പുറം നിരവധിയായ തൊഴിലാളികൾ അതിൽ മരണപ്പെട്ടിട്ടുണ്ട്. സ്വാതന്ത്ര്യ സമര ചരിത്രം നമ്മൾ പരിശോധിച്ച് നോക്കുമ്പോൾ, കേരളത്തിന്റെ ചരിത്രം പരിശോധിച്ച് നോക്കുമ്പോൾ മലബാറിലാണ് ഈ പറയുന്ന ഈ പ്രതിസന്ധികളും ഈ പോരാട്ടങ്ങളും മുഴുവൻ ഉണ്ടായതും ഈ മരണങ്ങൾ മുഴുവൻ ഉണ്ടായതും. അതുകൊണ്ട് തന്നെ ബ്രിട്ടീഷുകാർ ഒരിക്കലും ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കിയിട്ടില്ല, ഒരു ഭാഗം. രണ്ടാമത്തെ ഭാഗം, ബ്രിട്ടീഷ് സംസ്കാരവുമായി യോജിച്ചു പോകാൻ കഴിയില്ല എന്ന ഇവിടുത്തെ സ്വാതന്ത്ര്യ സമര സേനാനികളുടെ തിട്ടൂരം, ശക്തമായ നിലപാടിന്റെ ഭാഗമായിട്ട് ഇംഗ്ലീഷ് ഭാഷ ഇവിടെ പഠിപ്പിക്കാനുള്ള അവകാശം ഉണ്ടായിരുന്നില്ല. ഒരിക്കൽ പോലും ഭാഷ പഠിക്കാൻ മലബാറിലെ ജനങ്ങൾക്ക് അന്ന് സാധിക്കാത്ത വന്നത് ഈ ബ്രിട്ടീഷ് സംസ്കാരത്തിനെതിരെ പോരാട്ടത്തിന്റെ ഭാഗമാണ്. ചുരുക്കി പറഞ്ഞാൽ എന്ത് സംഭവിച്ചു? 947 നമുക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നു, 56 സംസ്ഥാനം ഉണ്ടാകുന്നു. സംസ്ഥാനം ഉണ്ടായപ്പോ സംസ്ഥാനത്തിലെ ഗവൺമെന്റിലേക്ക് ഉദ്യോഗസ്ഥന്മാരായി വരാൻ അറിവും വിദ്യാഭ്യാസവും പഠിപ്പുള്ളവർ ഈ പറയുന്ന കൊച്ചിയിലും തിരുവിതാംകൂറും മാത്രമായി. കേരളത്തിന്റെ അധികാരത്തിൽ വന്ന സർക്കാരിന്റെ ഗവൺമെന്റ് ജോലികളിൽ 95% മലബാറിലുള്ള പുറത്തുള്ളവർ ആ അധികാര കസേരകളിൽ സ്വാഭാവികമായി എത്തുകയാണ്. ഇവിടെ എഴുത്തുമഴ അറിയുന്നവരില്ല. അങ്ങനെ വന്ന ഒരു ഘട്ടത്തിൽ സ്വാഭാവികമായിട്ടും ഒരു സ്വാതന്ത്ര്യ സമരത്തിൽ ആത്മാർത്ഥമായി പങ്കെടുത്ത് പതിനായിരങ്ങൾ മരണപ്പെട്ട മലബാറിന് ഒരു പ്രത്യേക പാക്കേജ് നൽകാൻ മാറി മാറി വന്ന ഗവൺമെന്റുകൾ ഒരു ഘട്ടത്തിലും പരിശ്രമിച്ചില്ല. ആ പരിശ്രമമില്ലാതെ വന്നതിന്റെ ഭാഗമായിട്ടാണ് വിദ്യാഭ്യാസപരമായി, സാമൂഹികമായി, സാംസ്കാരികമായി മലബാർ പുറന്തള്ളപ്പെടുന്നത്. അപ്പൊ ഇന്നും സർക്കാർ ജോലികൾ നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയും, മലബാറിന്റെ റെപ്രസെന്റേഷൻ എന്ന് പറയുന്നത് ഇപ്പൊ ഏകദേശം 20% എത്തിയിട്ടുണ്ട്. 3-4 തലമുറകൾ മാറിയതിന് ശേഷമുള്ളതാണ്. അപ്പൊ ഈ ഒരു പാർഷ്യാലിറ്റി അവിടെ നിലനിൽക്കുകയാണ്. ഈ പാർഷ്യാലിറ്റി കോമ്പൻസേറ്റ് ചെയ്യപ്പെടേണ്ടത് തന്നെയാണ്. അത് കോമ്പൻസേറ്റ് ചെയ്യാനുള്ള ഒരു നടപടിയും ഇതുവരെ ഗവൺമെന്റിന്റെ ഭാഗത്തുണ്ടായിട്ടില്ല. അപ്പൊ ജില്ലകൾ വിഭജിക്കുന്നതോടൊപ്പം ഞങ്ങൾ ഉയർത്തുന്ന പ്രധാന വിഷയം എന്ന് പറയുന്നത് മലബാറിന് സർക്കാർ സേവനങ്ങളിൽ സ്പെഷ്യൽ റിസർവേഷൻ വേണം. ആ സ്പെഷ്യൽ റിസർവേഷൻ എന്ന് പറയുന്നത് ഇതുവരെ ഗവൺമെന്റ് ചെയ്യാത്ത കാര്യമാണ്. ഇപ്പോഴും ഈ നിൽക്കുന്ന മലബാറും കൊച്ചി, തിരുവനന്തപുരവുമായി നിൽക്കുന്ന ഈ പാർഷ്യാലിറ്റി മാറ്റി ഇവിടുത്തെ മലബാറിലെ ജനങ്ങൾക്കും സർക്കാർ ജോലിയിൽ ഒരു പരിധി വരെയെങ്കിലും അവരെ ഒപ്പം എത്തണമെങ്കിൽ മലബാറിനൊരു റിസർവേഷൻ ആവശ്യമാണ്. ആ റിസർവേഷൻ സർക്കാർ ഒരു തീരുമാനം എടുക്കുക തന്നെ വേണം. അപ്പോ മലബാറിന് പരിഗണിക്കുന്നതോടൊപ്പം തന്നെ നമ്മൾ ഈ ആദ്യം സൂചിപ്പിച്ച വിഷയങ്ങൾ, ഇപ്പൊ മെഡിക്കൽ കോളേജിന്റെ കാര്യം ഞാൻ പറഞ്ഞു. ഇപ്പോ നമ്മുടെ ഇവിടുത്തെ 6 താലൂക്കുകൾ പരിശോധിച്ച് നോക്കിയാൽ ഏകദേശം ഒരു താലൂക്കിലുള്ള ജനം എന്ന് പറയുന്നത് ആവറേജ് 6 to 7 lakhs ആണ്. 6 തൊട്ട് 7 ലക്ഷം ജനാണ് ഒരു താലൂക്കിലുള്ളത്. നമ്മൾ നേരെ തിരിച്ച് അങ്ങോട്ട് പോയാലോ, പത്തനംതിട്ട പരിശോധിച്ച് നോക്കിയാൽ 2 ലക്ഷത്തിന് താഴെയാണ് ഒരു താലൂക്കിലെ ജനം. പത്തനംതിട്ട ജില്ലയിലെ മല്ലപ്പള്ളി താലൂക്കില് 1,29,000 ആളാണുള്ളത്. 1,29,000 ആള്. മലപ്പുറത്തെയും കോഴിക്കോടത്തെയൊക്കെ ഏത് താലൂക്ക് പരിശോധിച്ചാലും 5 തൊട്ട് 6 തൊട്ട് 7 ലക്ഷം വരെയാണ്.
എങ്ങനെയാണ് ഒരു താലൂക്കിൽ ഈ പറയുന്ന ഒരു തഹസിൽദാർക്ക് ആ ജനങ്ങൾക്ക് നീതി നടക്കാൻ സാധിക്കുക? ഇനിയിപ്പോ വില്ലേജുകളുടെ എണ്ണം എടുത്താൽ, വില്ലേജ് മാത്രം എടുത്ത് നമ്മൾ പരിശോധിച്ച് നോക്കിയല്ലേ, പത്തനംതിട്ട ജില്ലയിലെ 6 താലൂക്കുണ്ട്. 6 താലൂക്ക് ഈ പറയുന്ന 10 ലക്ഷം 11 ലക്ഷം ജനങ്ങളിലെടുത്ത് 6 താലൂക്ക്. മലപ്പുറത്ത് 6 താലൂക്കില്ലേ? മലപ്പുറം ജില്ലയിലും 6 താലൂക്കാണ്. നിങ്ങളതാ മനസ്സിലാക്കേണ്ടത്. പത്തനംതിട്ട ജില്ലയിൽ 6 താലൂക്ക്, ശരാശരി 1,99,256 പേർക്ക് ഒരു താലൂക്ക് സംവിധാനം ആ ജില്ലയിലുണ്ട്. ഇത് മലപ്പുറം ജില്ലയിൽ എത്തുമ്പോൾ ശരാശരി, നിങ്ങൾ ശരിക്കും കേട്ടോ, 5,87,279 പേർ. 6 ലക്ഷമാണ് ആവറേജ്. മല്ലപ്പള്ളി പത്തനംതിട്ട താലൂക്കിൽ 2 ലക്ഷത്തിന് താഴെ. ഇത് മലപ്പുറം ജില്ലയിൽ എത്തുമ്പോൾ ഒരു താലൂക്ക് സംവിധാനമായി മാറും. ഒരു താലൂക്കിൽ മാത്രമുള്ള ജനസംഖ്യ പരിശോധിച്ചാൽ പത്തനംതിട്ട ജില്ലയിലെ മല്ലപ്പള്ളി താലൂക്കിൽ ജനസംഖ്യ 1,34,219. എന്നാൽ മലപ്പുറം ജില്ലയിലെ തിരൂർ താലൂക്കിലെ ജനസംഖ്യ നിങ്ങൾ കേട്ടാൽ അന്തപ്പെടും. പത്തനംതിട്ട ജില്ലയിലെ ജനങ്ങൾ 10 ലക്ഷത്തിന് താഴെയാണെങ്കിൽ തിരൂർ താലൂക്കില് മലപ്പുറത്തുള്ളത് 9,28,672. അതുകൊണ്ടാണ് ഈ ജില്ല വിഭജിച്ച് തിരൂർ ജില്ല വേണം എന്ന് നമ്മൾ ആവശ്യപ്പെടുന്നത്. ആ കണക്കിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം. 30 ലക്ഷത്തോളം ആളുണ്ട് ആ 8 മണ്ഡലങ്ങൾ. 8 16 നിയോജക മണ്ഡലമുള്ള ഏക സംസ്ഥാനത്തെ ഏക ജില്ല എന്ന് പറയുന്ന മലപ്പുറത്താണ്. വയനാട്ടിൽ 3 ആളാണുള്ളത്, ഇടുക്കിയിൽ 5 ആണുള്ളത്, പത്തനംതിട്ടയിൽ 5 ആണ്. ഈ 3 കൂടി കൂട്ടിയാൽ 3 ജില്ലയിലെ MLA-മാരുടെ എണ്ണം എന്ന് പറയുന്നത് 13. പിന്നെയും 3 ബാക്കി കിടക്കുക എന്ന് പറഞ്ഞാൽ 4 ജില്ലയോളം ജനങ്ങള് ഈ ജില്ലയിൽ ഇവിടെ തിങ്ങിപ്പാർക്കുകയാണ്. ഇനിയിപ്പോ വില്ലേജിന്റെ കണക്ക് ജസ്റ്റ് നോക്കി പോവാണ്. അതുപോലെ 31 ലക്ഷം ജനസംഖ്യയുള്ള തൃശ്ശൂർ ജില്ലയിൽ നിങ്ങൾ കേട്ടോ 255 വില്ലേജ് ഉണ്ട്. 255 വില്ലേജ്. ഇപ്പൊ നമ്മൾ ഈ പറയുന്ന 52 ലക്ഷത്തിനടുത്ത് ജനങ്ങളുള്ള മലപ്പുറത്തുള്ളത് 138 വില്ലേജാണ്. തൃശ്ശൂർ, പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി എന്നീ ജില്ലകളിൽ ശരാശരി 19,000 ജനങ്ങൾക്ക് ഒരു വില്ലേജ് ലഭ്യമാണ്. നമ്മളെ ഈ കണക്ക് നോക്കുമ്പോൾ 40,000 ആണ്. ഒരു വില്ലേജ് ഓഫീസറെ ഒരാവശ്യത്തിന്, ഒരു സൈറ്റ് ഇൻസ്പെക്ഷൻ, ഒരു വീട് വെക്കുന്നതിന്, വേറെ എന്തെങ്കിലും ഒരു കാര്യത്തിന് നമുക്ക് കിട്ടണമെന്ന് വിചാരിച്ചാൽ 3-4 മാസം മലപ്പുറത്തുകാർ കാത്തിരിക്കണം. യൂണിവേഴ്സിറ്റി, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയാണ് ഇപ്പൊ നമുക്ക് പ്രധാനമായിട്ടുള്ള യൂണിവേഴ്സിറ്റി. എത്ര കോളേജ് ഉണ്ട് അറിയാം നിങ്ങൾ? കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിന്റെ കീഴിൽ 500ഓളം അഫിലിയേറ്റ് ചെയ്ത കോളേജുകളുണ്ട്. UGC പറയുന്നത് ഒരു യൂണിവേഴ്സിറ്റിക്ക് കീഴിലുള്ള പരമാവധി കോളേജുകളുടെ എണ്ണം 100 ആണ്. അവിടെയാണ് നമുക്ക് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ 500ഓളം കോളേജുകളുള്ളത്. എങ്ങനെ സമയബന്ധിതമായിട്ട് നമുക്ക് റിസൾട്ട് കിട്ടുക? എങ്ങനെയാണ് കുട്ടികൾക്ക് പരീക്ഷ എഴുതിയ റിസൾട്ട് വന്നാലും മാർക്ക് ലിസ്റ്റ് കിട്ടാൻ മാസങ്ങൾ, ചിലപ്പോൾ വർഷങ്ങൾ കാത്തിരിക്കേണ്ടി വരുന്ന എന്തുകൊണ്ടാണ്? അപ്പൊ ഇതൊരു വലിയ വിഷയമാണ്. അങ്ങനെ ഓരോന്നും നമ്മൾ എടുത്ത് പരിശോധിച്ച് നോക്കുമ്പോൾ റവന്യൂ ഓഫീസ് നമ്മൾ പറഞ്ഞു, ഇന്ത്യയിലെ 8 സംസ്ഥാനങ്ങളിലെ ജനസംഖ്യ നമ്മളിപ്പോ പറഞ്ഞു നമ്മുടെ സംസ്ഥാനത്തിന് കീഴിൽ. അതുപോലെ തന്നെയാണ് 8 കേന്ദ്രഭരണ പ്രദേശമുണ്ട്. 8 കേന്ദ്രഭരണ പ്രദേശം. ഇപ്പൊ കേരളത്തിൽ 6 കോർപ്പറേഷൻ ഉണ്ട്. മലപ്പുറം എന്നോ കോർപ്പറേഷൻ ആവണം. മലപ്പുറം ജില്ല ഒരിക്കലും കോർപ്പറേഷൻ ആവില്ല. എന്തുകൊണ്ടാണ് കോർപ്പറേഷൻ ആവാത്തത്? എന്താ കാരണം? ചോദ്യത്തിന് ഉത്തരമില്ല. ഇത്രയും ജനസംഖ്യയുള്ള ഗ്രാമങ്ങളിൽ, മലപ്പുറത്തെ പഞ്ചായത്തുകളിൽ പോലും കാർ ഷോറൂം, ഓതറൈസ്ഡ് ഡീലർമാരുള്ള ലോകത്തിലെ തന്നെ ഒരു ജില്ല ഒരു പക്ഷേ മലപ്പുറമായിരിക്കും. പക്ഷെ ഇവിടെ കോർപ്പറേഷൻ ഇല്ല. കോർപ്പറേഷൻ ഇല്ലാഞ്ഞാൽ കുഴപ്പമെന്താ? കോർപ്പറേഷനുകൾക്ക് നേരിട്ട് പ്രത്യേക ഫണ്ട് കൊടുക്കുന്നുണ്ട് ഗവൺമെന്റ്. അമൃത് പദ്ധതി എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ കഴിഞ്ഞ 3 വർഷം മുമ്പ് സെൻട്രൽ ഗവൺമെന്റ് 500ഓളം കോടികൾ കിട്ടിയ കോർപ്പറേഷൻ ഉണ്ട്. 5 പൈസ മലപ്പുറത്തിന് ആ വകയിൽ കിട്ടാൻ വകുപ്പില്ല. കോഴിക്കോട് മെഡിക്കൽ കോളേജ് നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഈ പേരിനുള്ള വയനാട്ടിലെയും ഈ പറയുന്ന മലപ്പുറം മഞ്ചേരി മെഡിക്കൽ കോളേജും കണ്ണൂരിലെ മെഡിക്കൽ കോളേജും ഒക്കെ പേരിനുള്ള മെഡിക്കൽ കോളേജുകളാണ്.
കോഴിക്കോട് മെഡിക്കൽ കോളേജിനെ സത്യത്തിൽ ഒരു പ്രിൻസിപ്പൽ ഈ പറയുന്ന സ്പെഷ്യൽ മെഡിക്കൽ കോളേജ് ആക്കിയിട്ട് ആധുനിക സംവിധാനത്തോട് കൂടിയിട്ട് അതിൻ്റെ ഒരു ഹെഡ്ക്വാർട്ടേഴ്സായി മാറ്റേണ്ടതാണ്. അവിടെ ജനങ്ങൾ മുഴുവൻ ഇവിടുന്ന് റെഫർ ചെയ്ത് പോവുകയാണ്. ആശുപത്രിയിൽ കിടക്കാൻ സ്ഥലമല്ല, ഇരിക്കാൻ സ്ഥലമല്ല. സ്ട്രക്ചറിൽ പോലും രോഗികളെ പരിശോധിക്കുക, സ്ട്രക്ചറിന്റെ അടിയിൽ രോഗികളെ കിടക്കുക. കൂട്ടിരിക്കാൻ രോഗിക്ക് വേണ്ടി കൂട്ടിരിക്കാൻ പോകുന്ന ബന്ധുക്കള് പോയ രോഗിയെക്കാളും വലിയ രോഗമായിട്ട് തിരിച്ചു വരുന്ന ലോകത്തിലെ ഏക മെഡിക്കൽ കോളേജ് പക്ഷേ കോഴിക്കോടായിരിക്കും. എന്താ കാരണം? ജനസംഖ്യയാണ്. ആ ജനസംഖ്യ അത് താങ്ങാൻ കഴിയുന്നില്ല, അല്ലെങ്കിൽ മെഡിക്കൽ ഫെസിലിറ്റീസ് ഉണ്ടാവുന്നില്ല, അതിനുള്ള സൗകര്യങ്ങൾ ഒരുക്കുന്നില്ല. ഈ 6 ജില്ലകള് ഏകദേശം നമ്മളുടെ ജനസംഖ്യയുടെ 1.5 കോടി ജനം, 45% ജനം കേരളത്തില് ഈ മലബാറിലാണ്. നമ്മൾ കൊടുക്കുന്ന ടാക്സുകളാണ്. പക്ഷെ ഒരു നിലക്കുള്ള ഫെസിലിറ്റി ഇല്ല. KSRTC മലബാറിന്ന് പറ്റപ്പോയി, അങ്ങനെ ഒരു ഏർപ്പാടേ ഇല്ല. അപ്പൊ ആരും ഇത് ചോദിക്കുന്നില്ല, ആർക്കും ഇത് പറയാൻ ധൈര്യമില്ല. ഈ ജില്ലകൾ വിഭജിക്കപ്പെടുന്നിടത്തോളം എത്ര ജില്ലകൾ വർദ്ധിക്കുന്നോ, ഇപ്പൊ ഞാൻ ഈ വായിച്ച ഈ പാരാമീറ്റർ, തമിഴ്നാടിന്റെയും കേരളത്തിന്റെ ഒക്കെ പാരാമീറ്റർ നമുക്കും ബാധകല്ലേ? 15 തൊട്ട് 16 ലക്ഷം ജനങ്ങളാണ് ഈ പറയുന്ന വലിയ ജില്ലകൾ ജനസംഖ്യ എന്ന് പറയുന്നത്. അപ്പുറത്തേക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉത്തരാഖണ്ഡിലും ഹരിയാനയും പഞ്ചാബും ഒക്കെ എടുത്താൽ 10 ലക്ഷത്തിന് താഴെയാണ് ഒരു ജില്ലയില്. അപ്പം പഞ്ചാബിന്റെയും ഹരിയാനന്റെയും തെലങ്കാനന്റെയും ഒക്കെ ആ നിലപാട്, ആ റേഷ്യോ ഉപയോഗിക്കുകയാണെങ്കിൽ ഇവിടെ ഒരു 30 ജില്ല ഏറ്റവും ചുരുങ്ങിയത് വരണം. ഇപ്പൊ നിങ്ങൾ നോക്കൂ, നമുക്ക് ഏറ്റവും അടുത്തുള്ള ആസാം, ഒഡീഷ, ബീഹാർ 3 കോടി ജനങ്ങളുള്ള ആസാം. ആസാമിൽ 3.1 കോടിയാണ്. അതായത് 3 കോടി 10 ലക്ഷമാണ് ജനം. 35 ജില്ലയാണ്. അറിയാം നമുക്ക്? 35 ജില്ല, 10 ലക്ഷത്തിന് താഴെ ഒരു ജില്ലയിലെ ജനസംഖ്യ. ഇങ്ങനെയാണ് രാജ്യം മുന്നോട്ട് പോകുന്നത്. അപ്പോ ആ റേഷ്യയിലേക്ക് വരികയാണെങ്കിൽ 35 ജില്ല വേണം ഇവിടെ. നമ്മൾ ആകെ ആവശ്യപ്പെടുന്നത് അതിലേക്കൊന്നും പോണ്ട. ഈ 14 ജില്ല ഏറ്റവും ചുരുങ്ങിയത് വിഭജിച്ച് 16 ജില്ല എങ്കിലും ആക്കണം എന്നാണ് പറയുന്നത്. മലപ്പുറം വിഭജിക്കണം, കോഴിക്കോട് വിഭജിക്കണം, കണ്ണൂരും കാസർഗോഡും കൂടി കൂട്ടിച്ചേർത്തുകൊണ്ട് അവിടെ ജില്ല, പാലക്കാട് വിഭജിക്കണം, കൊച്ചി, എറണാകുളം വിഭജിക്കണം, കൊല്ലവും തിരുവനന്തപുരം വിഭജിക്കണം. എന്നാലും 3 6 ജില്ല, 14 + 6, അതെങ്കിലും മിനിമം നീതി ലഭ്യമാവണ്ടേ? നമ്മളും ടാക്സ് തന്നെയല്ലേ കൊടുക്കുന്നത്. ഇനി ഇതിന്റെ വേറെ വസ്തുത നിങ്ങൾക്കറിയോ? ഇതിൽ കേന്ദ്ര ഗവൺമെന്റിന് ഒരു റോളും ഇല്ല. ഇപ്പൊ ഞാൻ ഈ പത്രസമ്മേളനം നടത്തുന്ന ഈ നിമിഷം വരെ ഇതാകെ ചെയ്യേണ്ടത് സ്റ്റേറ്റാ. സ്റ്റേറ്റ് ഗവൺമെന്റിന്, മന്ത്രിസഭക്ക് തീരുമാനമെടുത്താൽ ഇംപ്ലിമെന്റ് ചെയ്യാൻ കഴിയുന്ന ഒറ്റ കാര്യം അത്. കേന്ദ്രത്തിനെ അറിയിക്കുക മാത്രം ചെയ്താൽ മതി. ഇൻഫോം ചെയ്യേണ്ട ഉത്തരവാദിത്തം മാത്രമേ ഉള്ളൂ. അപ്പൊ കേന്ദ്രത്തിന്റെ ഫണ്ടുകൾ ലഭ്യമാകുന്നത് എങ്ങനെയാ? കേന്ദ്രത്തിന്റെ 3/4 പങ്കല്ല, 90% ഒരു സംസ്ഥാനത്തിന് കൊടുക്കുന്ന ഫണ്ട് ജില്ലാടിസ്ഥാനത്തിലാണ്. അപ്പൊ കേന്ദ്ര ഗവൺമെന്റ്, സംസ്ഥാന ഗവൺമെന്റിന് ആരോഗ്യ മേഖലയിൽ, വിദ്യാഭ്യാസ മേഖലയിൽ, ഹിൽ ഡെവലപ്മെന്റിന്, റോഡിന് നൽകുന്ന പൈസ ജില്ലാടിസ്ഥാനത്തിലാണ്. അപ്പൊ നിങ്ങൾ നോക്ക്, 4 ജില്ല, നമ്മളെ 4 ജില്ലയും കൂടിയാൽ നമ്മളെ ജില്ലയാവുന്നുള്ളൂ, മലപ്പുറം ആവുന്നുള്ളൂ. അപ്പൊ നമുക്ക് കിട്ടുന്നതാ ഒരു ജില്ലന്റെ ഫണ്ട്. അപ്പൊ എവിടെയാ നീതി? ഇനി ഒന്നും വേണ്ട, നിങ്ങളൊക്കെ അനുഭവിച്ചൊരു കാര്യം പത്രക്കാരുടെ മുന്നിൽ ശ്രദ്ധയപ്പെടുത്താം. നമ്മുടെ കോവിഡ് വന്നല്ലോ. കോവിഡ് വന്നപ്പം വാക്സിന് ജനസംഖ്യാടിസ്ഥാനത്തിൽ കണക്കാക്കി സംസ്ഥാനത്തിന് ആദ്യം കിട്ടിയത് 14 ലക്ഷം വാക്സിനാണ്. ഒരു ജില്ലക്ക് 1 ലക്ഷം. 8.25 ലക്ഷമുള്ള വയനാടിനും 12 ലക്ഷമുള്ള പത്തനംതിട്ടക്കും 14.5 ലക്ഷമുള്ള ഇടുക്കിക്കും കിട്ടുന്നത് 1 ലക്ഷം. 51 ലക്ഷത്തെ ചില്ലാനം ജനങ്ങൾ ജീവിച്ച മലപ്പുറത്തിനും കിട്ടിയത് 1 ലക്ഷം. കേരളത്തിൽ, ഇന്ത്യയിൽ വാക്സിനേഷൻ അവസാനമായി പൂർത്തിയാക്കുന്ന ജില്ലയുടെ പേര് മലപ്പുറം. അറിയോ നിങ്ങൾക്ക്? ഇവിടെ വാക്സിനേഷൻ എടുക്കാൻ കഴിയാതെ, മരുന്ന് കിട്ടാതെ
സമയം വൈകി വിദേശത്തേക്ക് പോകാൻ കഴിയാതെ വിസ ക്യാൻസലായ 10,000-കണക്കിന് ആളുകൾ അന്നുണ്ടായി ഇവിടെ. എന്നിട്ട് ഈ ഗവൺമെന്റ് കണ്ണു തുറന്നോ? അന്ന് ആരോഗ്യമന്ത്രി ഇവിടെ മലപ്പുറം ജില്ലയിൽ ആദ്യത്തെ അന്ന് പങ്കെടുത്ത പത്രക്കാർ ഇവിടെ ഉണ്ടാവും. ഈ വാക്സിൻ വരുന്ന സമയത്ത് എല്ലാ ജില്ലകളിലും ആരോഗ്യമന്ത്രി MLA-മാരുടെ യോഗം വിളിച്ചു ചേർത്തിരുന്നു. അന്ന് പറഞ്ഞു ഞാൻ ഈ വിഷയം, ഇത് ശരിയല്ല, ഒന്നുകിൽ ജില്ലകൾ വിഭജിക്കണം, അല്ലെങ്കിൽ ജനസംഖ്യാടിസ്ഥാനത്തിൽ ഈ മരുന്ന് ഇവിടെ തരണം. ഇത്രയും കാലമായി ഉത്തരവാദിത്തപ്പെട്ടവരെന്താ കണ്ണു തുറക്കാത്തത്, എന്താ സംസാരിക്കാത്തത്? ഇത് പറയുമ്പോഴേക്കും എന്താവും? മലപ്പുറം ജില്ല വിഭജിക്കണം എന്ന് പറഞ്ഞാൽ വിഘടനവാദാവും, നമ്മൾ വർഗീയവാദിയാകും. ആരെ പേടിച്ചാ നിൽക്കുന്നത്? ഞാൻ നിങ്ങൾക്ക് തന്ന ഈ കൈപ്പുസ്തകം സംസ്ഥാന ഗവൺമെന്റിന്റെയും കേന്ദ്ര ഗവൺമെന്റിന്റെയും സ്ഥിതി വിവര കണക്കുകളുടെ അടിസ്ഥാനത്തിൽ സർക്കാരുകളുടെ സൈറ്റിലുള്ള ആ കൃത്യമായ കണക്കാ തന്നിട്ടുള്ളത്. ഇനിയിപ്പോ മെഡിക്കൽ കോളേജ് ഒന്ന് നോക്കിയാൽ നിങ്ങൾ എന്താ മഞ്ചേരി മെഡിക്കൽ കോളേജിന്റെ സ്ഥിതി നിങ്ങൾക്ക് പറയാലോ. ഇപ്പൊ അവിടെ ഉണ്ടായിരുന്ന ജനറൽ ഹോസ്പിറ്റലിൽ കൂടി എടുത്ത് കൊണ്ടുപോവാണ്. തിരൂർ ജില്ല സ്ഥാപിക്കണമെന്നും തിരൂരിന് ജില്ല അവിടെ മെഡിക്കൽ കോളേജ് വേണമെന്നും നമ്മൾ വാദിക്കുന്ന ഈ സമയത്ത് മനുഷ്യർക്ക് ആകെ ആശ്രയമുള്ള മഞ്ചേരിയിലെ അര മെഡിക്കൽ കോളേജിന്റെ താങ്ങി നിർത്തുന്ന ജനറൽ ഹോസ്പിറ്റല് ഇവിടുന്ന് ഷിഫ്റ്റ് ചെയ്യുക, ആ സ്റ്റാഫിനെയും ആ സംവിധാനങ്ങളും. മലപ്പുറം ജില്ലക്ക് മെഡിക്കൽ കോളേജ് പ്രഖ്യാപിച്ച അതേ മന്ത്രിസഭാ തീരുമാനമാണ് പത്തനംതിട്ടയിൽ ഉണ്ടായത്. ആ പത്തനംതിട്ടയിൽ എന്താ ചെയ്തത്? അവിടെ ഒരു 50 ഏക്കർ സ്ഥലം വാങ്ങി പുതിയ ബിൽഡിങ്ങുകൾ കെട്ടി ഇപ്പോഴും കോടികൾ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. മലപ്പുറം ജില്ല മാത്രം വായിച്ചുതരാം. ജില്ലയിലെ മുഖ്യ ആരോഗ്യ കേന്ദ്രമായ മഞ്ചേരി മെഡിക്കൽ കോളേജിന് സംസ്ഥാന സർക്കാർ അവഗണിച്ച വിധം മാത്രം പരിശോധിക്കാം. 2011 സർക്കാർ 2 ജില്ലകൾക്ക് മെഡിക്കൽ കോളേജ് അനുവദിച്ചു. അന്ന് 45 ലക്ഷം ജനസംഖ്യയുള്ള മലപ്പുറത്തിന് 12 ലക്ഷം ജനസംഖ്യയുള്ള പത്തനംതിട്ടക്കും മഞ്ചേരി ജില്ലക്കും മഞ്ചേരി ജില്ലാ ഹോസ്പിറ്റൽ മെഡിക്കൽ കോളേജായി പ്രഖ്യാപിക്കുകയാണ് മലപ്പുറത്ത് ചെയ്തത്. ജില്ലാ ആശുപത്രി മെഡിക്കൽ കോളേജായി പ്രഖ്യാപിച്ചു. അവിടെ മറ്റു രീതിയിൽ പോയി. അതിന് മുമ്പായി നമുക്കറിയാം, ഇവിടെ ജനങ്ങൾ പിരിവെടുത്തുണ്ടാക്കിയ ബിൽഡിംഗ് ഉണ്ട് മഞ്ചേരി ജില്ലാ ആശുപത്രിയിൽ. ജനങ്ങൾ പിരിവെടുത്തിട്ട് നമുക്കറിയാം KMCC ഒക്കെ അതിന് വലിയ രീതിയിലുള്ള സംഭാവന നൽകിയതാണ്. പാണക്കാട് തങ്ങളുടെ നേതൃത്വത്തിൽ പ്രത്യേക ഒരു ട്രസ്റ്റ് പോലെ ഉണ്ടാക്കിയിട്ട് തന്നെ പണം സ്വരൂപിച്ച് ആ കെട്ടിടമടക്കം ഈ മെഡിക്കൽ കോളേജിന് കൊടുത്തു. ഇപ്പൊ ഇന്ന് പ്രവർത്തിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് എന്തായി? ജില്ലാ പഞ്ചായത്ത് 50 ഏക്കർ സ്ഥലം വാങ്ങിച്ചു കൊടുക്കാന്ന് പറഞ്ഞു. ജില്ലാ ആശുപത്രിയെ തുടരുത്, അത് അങ്ങനെ പോവട്ടെ, പത്തനംതിട്ട പോലെ തന്നെ ഞങ്ങൾ 50 ഏക്കർ സ്ഥലം വാങ്ങിച്ചു തരാന്ന് പറഞ്ഞു. പലരും ഇവിടെ സ്ഥലം കൊടുക്കാൻ തയ്യാറായി വന്നു ഇവിടെ, പക്ഷെ സമ്മതിച്ചില്ല. മലപ്പുറത്തെ 51-52 ലക്ഷം ജനങ്ങൾക്ക് ഒരു മെഡിക്കൽ കോളേജ് പുതുതായി അന്ന് അനുവദിച്ചില്ല. പിന്നെ പത്തനംതിട്ട നടന്ന കാര്യങ്ങളൊന്ന് പരിശോധിക്കാം. എന്നാൽ പത്തനംതിട്ടയിൽ സംസ്ഥാന സർക്കാരിന്റെ മറ്റൊരു നിലപാടാണ് സ്വീകരിച്ചത്. 50 ഏക്കർ സ്ഥലം മെഡിക്കൽ കോളേജിനായി അനുവദിച്ചു. ഗതാഗത സൗകര്യം, ആ സ്ഥലത്തേക്ക് ഗതാഗതം കുറവായതിനാൽ 2 വരി പാത സംസ്ഥാന സർക്കാർ പുതുതായി നിർമ്മിച്ചു. പ്രാഥമിക ബിൽഡിംഗ് നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് സർക്കാർ 110 കോടി രൂപയും ആദ്യം തന്നെ പാസാക്കി. പിന്നീട് അധികാരത്തിലെത്തിയ സർക്കാർ, LDF സർക്കാർ, കിഫ്ബി വഴി 315 കോടി രൂപ മെഡിക്കൽ കോളേജിന് അനുവദിച്ചു. അങ്ങനെ 1.5 ലക്ഷം സ്ക്വയർ ഫീറ്റ് ഉള്ള മെഡിക്കൽ കോളേജ് ബിൽഡിങ്ങും 5 നില ഹോസ്പിറ്റൽ കെട്ടിടവും ആവശ്യമായ സൗകര്യങ്ങളോടെ പത്തനംതിട്ടയിൽ പൂർത്തീകരിച്ചു. ഇങ്ങനെ 500 കോടി സംസ്ഥാന സർക്കാർ ചെലവഴിച്ചു. 50 കോടി റുപ്യ മലപ്പുറത്തെ ഈ മെഡിക്കൽ കോളേജിന് ഇപ്പോഴും ചെലവായിട്ടില്ല. ഒരു കാർഡിയാക് സെന്റർ ഇല്ല, ഉള്ള ഡോക്ടർമാരില്ല. അപ്പൊ ഈ പാർഷ്യാലിറ്റി എന്ന് പറയുന്നത് ചില്ലറ പാർഷ്യാലിറ്റി അല്ല. KSRTC ഇപ്പൊ നമുക്ക് കാണാം. പണ്ട് ഈ പറയുന്ന ഈ മലയോര ഗ്രാമങ്ങളിൽ മുഴുവൻ മനുഷ്യന്മാര് അങ്ങാടികളിലേക്ക് എത്തിയിരുന്നത് KSRTC വഴിയാണ്. ഇന്ന് ആ പരിപാടിയേ ഇല്ല. അപ്പൊ നിങ്ങൾ തിരുവനന്തപുരത്ത് പോയാലും എറണാകുളത്ത് പോയാലും KSRTC ഇങ്ങനെ നിൽക്കാതെ പോകുന്നത് കാണാം. മലബാറിന്റെ മണ്ണിൽ കൂടെ KSRTC എപ്പോഴെങ്കിലും ഒന്ന് പോയാൽ പോകും. ഇതൊരു വസ്തുതയല്ലേ? ഇതല്ലാന്ന് പറയാൻ പറ്റുമോ? വ്യവസായ മേഖല, എന്തെങ്കിലും ഒരു സ്ഥാപനം 10 ആൾക്ക് തൊഴിൽ കിട്ടുന്നത് ഈ മലപ്പുറത്തും ഈ മലബാറിലും നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിയുമോ? ഒന്നുമില്ല. എല്ലാം ഈ പറയുന്നത് പോലെ മലബാറിന് പുറത്തേക്കാണ്.
അപ്പൊ ഈ ഒരു അനീതി ഇത് നമുക്ക് ഒരിക്കലും പൊറുക്കാൻ കഴിയില്ല. ഇപ്പൊ ഈ ആദിവാസികൾക്ക് ഒരു ആശുപത്രി നിരന്തരമായി നിയമസഭയിൽ ഞാൻ ആവശ്യപ്പെട്ടുള്ള കാര്യമാണ്. ഈ പറയുന്ന നിലമ്പൂര്, കരുവാരക്കുണ്ട്, കക്കാടംപൊയില്, ഈ പ്രദേശങ്ങളിൽ മുഴുവൻ, വയനാട് നേരെ നിലമ്പൂരിലേക്കാണ്. നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ വരുന്ന രോഗികളിൽ പ്രധാനമായും വരുന്നത് ഈ പറയുന്ന ബത്തേരി ഭാഗത്തുനിന്ന് വരുന്ന മുഴുവൻ ആദിവാസികളും ഇറങ്ങുന്ന അങ്ങോട്ടേക്കാണ്. ഒരാശുപത്രി അനുവദിക്കാൻ ഇന്ന് വരെ തയ്യാറായിട്ടില്ല. ഒരു ഫുട്ബോൾ ഗ്രൗണ്ട് നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഫുട്ബോളിന്റെ ഈറ്റില്ല മലബാറിന്. വല്ല ഗ്രൗണ്ടും എവിടെയെങ്കിലും ഉണ്ടോ? കോഴിക്കോട് കോർപ്പറേഷൻ സ്റ്റേഡിയം ആർക്കെങ്കിലും അറിയോ? കാട് പിടിച്ച് കിടക്കുകയാണ്. പയ്യനാട് സ്റ്റേഡിയം. അപ്പൊ കാൽപന്ത് കളി മലബാറിന്റെ ജനങ്ങളുടെ, യുവാക്കളുടെ ഏറ്റവും വലിയ ആവേശമായിരുന്നു. ഒരിടപെടലും ഇല്ല. ഓരോന്നും എടുത്ത് പരിശോധിച്ചാൽ കടലോരം ഞാൻ പറയേണ്ട കാര്യമില്ല. എന്താ സ്ഥിതി? മത്സ്യത്തൊഴിലാളികളുടെ അവസ്ഥ എടുക്കാനുണ്ടോ? ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത രീതിയിൽ ഇപ്പൊ ഈ വർഷക്കാലം ആരംഭിച്ചതിന് ശേഷം കടല് തിന്ന് തീർക്കുകയാണ് കര. ഒരിടപെടലുമില്ല. കടൽ ഭിത്തിക്ക് 5 പൈസ മലബാറിലേക്കില്ല. അപ്പൊ വിഷയങ്ങൾ അതിരൂക്ഷമാണ്. ഇത് പറഞ്ഞാൽ പറയുന്നവൻ എന്തായി? അവൻ വിഘടനവാദിയായി. ആ വിഘടനവാദിയാകുന്നത് ഏറ്റെടുക്കാൻ തീരുമാനിച്ചിട്ട് തന്നെയാണ് ഞങ്ങളിതിന് ഇറങ്ങി തിരിച്ചിട്ടുള്ളത്. വന്യമൃഗശല്യം ഇന്നലെ കരുവാരക്കുണ്ട്, മിനിയാന്ന് അങ്ങാടിയിൽ, കരുവാരക്കുണ്ട് അങ്ങാടിയിലാണ്, തൂര് അങ്ങാടിയിൽ ആന, വീടുകളിൽ പുലി വന്ന് വീട്ടിൽ പ്രസവിച്ചു പോകുന്നു. 48 ആള് മരിച്ചു 2025 നിലമ്പൂര് സൗത്ത് നോർത്ത് ഡിവിഷനിൽ. 48 ആള് ഈ ജില്ലയില്. ഈ വർഷം പറഞ്ഞിട്ട് 6-7 മാസമായിട്ടുള്ളൂ. 5 പൈസ മലബാറിന്റെ ഈ പറയുന്ന കണ്ണൂർ വരെയുള്ള വനാന്തരങ്ങൾ ചെലവഴിക്കാൻ എവിടെയില്ല. പാലക്കാടിലെ ജനങ്ങളുടെ സ്ഥിതി, കർഷകര് ആകെയുള്ള നെല്ലാണ്. ഒരു സംരക്ഷണമില്ല. ഒരു ജലസേചന പദ്ധതികൾ പരിപൂർണമായും കനാല് വഴിയായിരുന്നു അവിടെ നെൽകൃഷി നടന്നിരുന്നത്. സകലം തകർന്ന് തരിപ്പണമായി കിടക്കുക. ഒരു മെയിൻ്റനൻസും ഇല്ല. 3 വിള ഇറക്കിയിരുന്ന പാലക്കാട് നെൽ കർഷകർക്ക് ഒരു വിള പോലും ഇറക്കാൻ സാധിക്കില്ല. എന്താ കാരണം? ഒരു മലബാറിലാണ്. കാസർഗോഡ് ജില്ല എന്താ സ്ഥിതി? ഇതുപോലെ പിന്നോക്കം നിൽക്കുന്ന ഒരു ജില്ല നമ്മുടെ സംസ്ഥാനത്തുണ്ടോ? ഒരു ആശുപത്രി ഉണ്ടോ? എൻഡോസൾഫാൻ കാസർഗോഡ് എന്ന് പറയുമ്പോൾ ആകെ നമുക്ക് ഓർമ്മ വരിക അതാണ്. ഒരു വിദ്യാഭ്യാസ സ്ഥാപനങ്ങളില്ല. എല്ലാത്തിനും കർണാടക ഡിപ്പെൻഡ് ചെയ്യേണ്ട അവസ്ഥ. കാസർഗോഡ് ജില്ല കേരളത്തിലാണോ എന്ന് നമ്മൾ അവിടെ പോയാൽ സംശയിക്കും. കോവിഡ് കാലത്ത് കർണാടക ബൗണ്ടറി അടച്ചു. 28 ആളാണ് ചികിത്സ കിട്ടാൻ വെച്ചത് ഒരു മെഡിക്കൽ കോളേജിലായിട്ട്. ഇപ്പൊ നമുക്ക് മെഡിക്കൽ കോളേജെങ്കിലും ഉണ്ട്. കാസർഗോട്ടുകാരെ അന്ന് ബോർഡ് വെച്ചതാ, ഇന്നും പൂർത്തീകരിച്ചിട്ടില്ല. എന്താ കാരണം? കേരളത്തിലെ ഏറ്റവും കൂടുതൽ പരന്ന ഭൂമിയുള്ള, മനുഷ്യവാസ പ്രദേശം കുറഞ്ഞ, ഏറ്റവും കൂടുതൽ എംറ്റി ലാൻഡുള്ള നാടിന്റെ പേര് കാസർഗോഡ് ജില്ലയാ. ഒരു വ്യവസായം ഉണ്ടോ? കടലോരപ്പോ ഇന്നലെ വാർത്തകൾ കണ്ടു. അങ്ങനെ തീർന്നു പോവാ. ആകെ ടൂറിസം. മത്സ്യത്തൊഴിലാളികൾക്ക് ജീവിക്കണ്ട, ഒരു മാർഗമില്ല. കണ്ണൂര് ആർക്കെങ്കിലും തൊഴിലുണ്ടോ? ക്യാപ്റ്റന്റെ നാടാണല്ലോ. എന്താ പറയുന്നത്? ബീഡി തൊഴിലാളികൾ എവിടെ? ആർക്കെങ്കിലും അറിയോ? ഒരു തൊഴിലും അവരെ ഒരു രജിസ്ട്രേഷൻ നടന്നിട്ടില്ല. സർക്കസ് പ്രധാന ഒരു കലയായിരുന്നു കേരളത്തിന്റെ. അതിന്റെ ഈറ്റിലായിരുന്നു കണ്ണൂര്. ആയിരക്കണക്കിന് കുടുംബങ്ങൾ സർക്കസ് കൊണ്ട് ജീവിച്ചിരുന്ന, ഇന്ത്യയിലെ തന്നെ ഏറ്റവും കൂടുതൽ സർക്കസ് തൊഴിലാളികൾ ഉണ്ടായിരുന്ന എന്താ പറയാ ജില്ലയുടെ പേരാ കണ്ണൂര്. ഒക്കെ കടല വറക്കാൻ നടക്കുക. ഒന്നും ഉണ്ടായില്ല. കൈത്തറി കണ്ണൂരായിരുന്നു. വല്ലതും കേൾക്കുന്നുണ്ടോ? ആർക്കെങ്കിലും തൊഴിലുണ്ടോ? നാട്ടിലൊരു ഓട്ടോറിക്ഷ പോലും ഓടുന്നില്ല മലബാറില്. കാരണം ഓട്ടോറിക്ഷ ഓടി ആ തൊഴിലാളിക്ക് ജീവിക്കാനുള്ള ആരെങ്കിലും കേറണ്ടേ ഇതില്? സാമ്പത്തികമായി സാമൂഹികമായി ഇങ്ങനെ പിന്നോട്ടടിച്ചു. ഈ ഗൾഫും പ്രവാസികളും ഇല്ലെങ്കിൽ ഇപ്പൊ നമ്മളൊക്കെ നല്ല ഷർട്ടും കുപ്പായിട്ട് നടക്കുക മലബാറുകാര്.
കാണാൻ നല്ല കോലുണ്ട് അങ്ങാടികളും ബാക്കിയുള്ളതൊക്കെ. അത് ഈ പ്രവാസികളുടെ കഠിനാധ്വാനം കൊണ്ട് മാത്രം ഈ പറയുന്ന മലബാറിനോടുള്ള ഇത്രയും വലിയ വിവേചനം മാറി മാറി വന്ന ഗവൺമെന്റുകൾ ആവർത്തിച്ച് നടപ്പിലാക്കിയിട്ടും ഈ മലബാറിൽ ജീവിക്കുന്ന നമ്മളൊക്കെ ഇങ്ങനെ ഒരു വൃത്തിമെടുപ്പിൽ നടക്കുന്നത് ഈ പ്രവാസികൾ വിദേശത്ത് പോയി കഠിനാധ്വാനം നടത്തി ഇന്നും അധ്വാനിച്ചുകൊണ്ടിരിക്കുന്ന അതിന്റെ ആ പച്ചപ്പിലാണ് ഈ മലബാർ ഇവിടെ പിടിച്ചു നിൽക്കുന്നത്. അപ്പൊ ഈ വിവേചനം അവസാനിപ്പിക്കണം. ഈ പറയുന്ന ജില്ലകൾ ഇവിടെ വിഭജിക്കപ്പെടണം. ഇതിനു വേണ്ടിയിട്ട് ജില്ലകൾ ഇതിന് പരിശോധന നടത്താൻ ആവശ്യമായിട്ടുള്ള സമീപനം സ്വീകരിക്കണം. പിന്നെ നമ്മൾ ഉയർത്തുന്ന മലബാർ ജില്ലാ വിഭജന വികസന മുന്നേറ്റ സമിതി ഉയർത്തുന്ന ഏറ്റവും വലിയ ആവശ്യം, കാരണം നമുക്ക് സെക്രട്ടേറിയറ്റിലേക്ക് കാസർഗോഡ് നിന്ന് ഒരാൾക്ക് എത്തണമെങ്കിൽ 800 കിലോമീറ്റർ യാത്ര ചെയ്യണം. കോഴിക്കോട് കേന്ദ്രീകരിച്ചുകൊണ്ട് നമുക്കൊരു മിനി സെക്രട്ടേറിയറ്റ് സാധ്യമാകുന്ന കാര്യമാണ് ഗവൺമെന്റ് വിചാരിച്ചാൽ. മറ്റ് പല സംസ്ഥാനത്തും ഇതേപോലെയുള്ള സെമി സെറ്റപ്പുകൾ കർണാടകയിൽ അടക്കമുണ്ട്. എന്തുകൊണ്ട് കേരളത്തിലായിക്കൂടാ? ഹൈക്കോടതി ബെഞ്ച് കർണാടകയിൽ 2 സ്ഥലത്തുണ്ട്, തമിഴ്നാട്ടിൽ 2 സ്ഥലത്തുണ്ട്. അപ്പൊ സെക്രട്ടേറിയറ്റിന്റെ ഒരു സെമി സെക്രട്ടേറിയറ്റ് കേരളത്തിലെ 45% ജനങ്ങൾ ജീവിക്കുന്ന കോഴിക്കോടിനെ ബേസ് ചെയ്തുകൊണ്ട് മലബാർ കേന്ദ്രീകരിച്ച് ഒരു സെമി സെക്രട്ടേറിയറ്റ്, അതൊരാവശ്യം നമ്മളത് ഉന്നയിക്കുന്നുണ്ട്. അതിൽ സെക്രട്ടേറിയറ്റ് അനക്സ്, മുഖ്യമന്ത്രിയുടെ ഓഫീസ്, മന്ത്രിമാരുടെ ഓഫീസ്, ഡയറക്ടറേറ്റ് ഓഫ് എഡ്യൂക്കേഷൻ. നമുക്കറിയാം എന്തൊരു സർട്ടിഫിക്കറ്റ് 10ാം ക്ലാസ് കുട്ടിക്കായാലും തിരുത്തണമെങ്കിൽ എന്തിനു വേണം? തിരുവനന്തപുരത്തേക്ക് പോകണം. ഹൈക്കോടതി ഇവിടെ ഒരു ബെഞ്ച് അനുവദിക്കാൻ മറ്റു സംസ്ഥാനങ്ങളിൽ അനുവദിച്ച പോലെ തന്നെ ഫയർ ആൻഡ് റെസ്ക്യൂ നമുക്കൊരു ഹെഡ്ക്വാർട്ടേഴ്സ് ആവാം. ഇപ്പൊ കോഴിക്കോടൊക്കെ ആകെ കത്തിച്ചാമ്പലായിട്ട് ഈ എയർപോർട്ടിൽ നിന്ന് പോയിട്ട് 2 ഫയർ എഞ്ചിനിലാണ് അത് അടുത്തത്. മലബാറിന്റെ ഫയർ ആൻഡ് റെസ്ക്യൂവിന്റെ സ്ഥിതി നമ്മൾക്ക് എടുക്കേണ്ടതില്ല. ദുരന്ത നിവാരണ അതോറിറ്റി തിരുവനന്തപുരത്താണ്. ദുരന്തം നടക്കുന്നത് മുഴുവൻ മലബാറില, ഈ മലയോര മേഖലയിലാ. ഇതിന്റെ അതോറിറ്റി കിടക്കുന്ന എവിടെയാ? തിരുവനന്തപുരത്ത്. ഇതിന്റെ ഒരു അതോറിറ്റി ഓഫീസ് കോഴിക്കോട് കേന്ദ്രീകരിച്ച് സ്റ്റേറ്റിന്റെ ഒരു അതോറിറ്റി ഓഫീസ് വേണം. RCC. ഇവിടുന്ന് പോകുന്ന എല്ലാ ട്രെയിനുകളും നമുക്കറിയാലോ 60% ക്യാൻസർ പേഷ്യൻസാണ്. ക്യാൻസർ ഉണ്ടോ എന്നറിയാൻ പോകുന്നവര്, ക്യാൻസർ ആണോ എന്ന് ഇവിടുന്ന് ഹോസ്പിറ്റലുകളിൽ സംശയം പ്രകടിപ്പിക്കുമ്പം അത് കൺഫേം ചെയ്യാൻ പോകുന്നവര്, പിന്നീട് അത് ചികിത്സിക്കാൻ പോകുന്നവര്. ഇതാണ് 60% മലബാറിൽ നിന്ന് പോകുന്ന ട്രെയിനിലെ രോഗികൾ. ഒരു RCCയുടെ കേന്ദ്രം ഈ 1.5 കോടി ജനങ്ങൾക്ക് കോഴിക്കോട് സ്ഥാപിക്കാൻ നടപടി സ്വീകരിക്കണം ഗവൺമെന്റ്. ഇത്തരത്തിലുള്ള പൊതുവായ വിഷയങ്ങൾ ഇത് ഒരു ജനതയെ ഒന്നാകെ ഈ പറയുന്നത് പോലെ ഒറ്റപ്പെടുത്തിക്കൊണ്ട് അതിനുവേണ്ടി ആരെങ്കിലും ശബ്ദിച്ചാൽ അവരെ വിഘടനവാദികളും വർഗീയവാദികളുമാക്കുന്ന ആ രീതി അവസാനിപ്പിക്കണം. കോഴിക്കോട് ജില്ലക്ക്, മലപ്പുറം ജില്ലക്ക് ഈ പറയുന്ന ഒരു മലയോര ജില്ല മലപ്പുറം തന്നെ കേന്ദ്രീകരിച്ചുകൊണ്ട് ഈ പറയുന്ന ഏറനാടും വണ്ടൂരും നിലമ്പൂരും പെരിന്തൽമണ്ണയും മഞ്ചേരിയും മങ്കടയും ഒക്കെ ഉൾപ്പെടുത്തി ഇവിടെ ഒരു ജില്ല വേണം. പൊന്നാനി ഉൾപ്പെടെ കോട്ടക്കൽ, വേങ്ങര, തിരൂരങ്ങാടി, ആ പടിഞ്ഞാറ് ഭാഗത്തുള്ള 8 നിയോജകമണ്ഡലങ്ങൾ ഉൾപ്പെടുത്തി തിരൂർ കേന്ദ്രീകരിച്ചൊരു തിരൂർ ജില്ല വേണം. കോഴിക്കോടിനെ അതേപോലെ തന്നെ നടുവിഭജനം നടത്തി കോഴിക്കോട് കേന്ദ്രീകരിച്ചുള്ള ജില്ലക്കൊപ്പം ഈ പറയുന്ന തിരുവമ്പാടിയും ബാലുശ്ശേരിയും കൊയിലാണ്ടിയും വടകരയും ഉൾപ്പെടുത്തിക്കൊണ്ട് എലത്തൂരും എല്ലാം ഉൾപ്പെടുത്തി അവിടെ വടകര കേന്ദ്രീകരിച്ച ജില്ല വേണം. ആ ജില്ലക്ക് പ്രത്യേക മെഡിക്കൽ കോളേജുകൾ വേണം. ഈ പറയുന്ന ജില്ലകൾക്കും പുതുതായിട്ട് വരുന്ന ജില്ലകൾക്കും മെഡിക്കൽ കോളേജുകൾ അനുവദിക്കുക തന്നെ വേണം. പിന്നെ നമ്മൾ വെക്കുന്ന അതിൽ ജില്ലകൾക്ക് ഒരു പുതിയ രൂപവും ഭാവവും മറ്റു സംസ്ഥാനങ്ങളിലുള്ളതുപോലെ ഒരു താലൂക്ക് എന്ന് പറയുന്ന ഒരു നിയോജക മണ്ഡലമാകണം. ഇപ്പൊ 86 താലൂക്കാ കേരളത്തിലുള്ളത്. മറ്റു സംസ്ഥാനങ്ങളിൽ 2 ലക്ഷം 2.5 ലക്ഷം ജനങ്ങളാണ് ഒരു താലൂക്കുള്ളത്. ഇപ്പൊ കേരളത്തിലെ 140 നിയോജക മണ്ഡലങ്ങളെ 140 താലൂക്കാക്കി മാറ്റണം. അതിർത്തി വളരെ സിമ്പിളാണ്.
വില്ലേജുകൾ ഇപ്പൊ നമ്മളോടുള്ള നിലവിലുള്ള വില്ലേജുകൾ 2ഉം 2.5യും പഞ്ചായത്തിനെ കവർ ചെയ്തിട്ടാണ് പ്രത്യേകിച്ച് മലപ്പുറത്തെ വില്ലേജുകൾ നിൽക്കുന്നത്. കേരളത്തിലുടനീളം ഒരു വില്ലേജ് എന്ന് പറയുന്നത് ഒരു പഞ്ചായത്ത് ബൗണ്ടറിയുടെ ജൂറിസ്ഡിക്ഷനിൽ വരണം. അപ്പൊ കേരളത്തിൽ എത്ര പഞ്ചായത്ത് ഉണ്ടോ അത്രയും പഞ്ചായത്തുകൾ വരണം. സ്വാഭാവികമായിട്ടും ജനങ്ങൾക്ക് കാര്യങ്ങൾ എളുപ്പമാകും. ഇപ്പൊ പഞ്ചായത്തുകൾ തന്നെ പരിശോധിച്ചാൽ ഇപ്പോ നിലമ്പൂർ മണ്ഡലത്തില് 40,000 ആളാണ് ഏത് വഴിക്കട് പഞ്ചായത്ത്, 42,000. 30,000 കുറഞ്ഞ പഞ്ചായത്തുകൾ മലപ്പുറം ജില്ലയിൽ ഇല്ല. എന്നാൽ ഈ കോട്ടയം, പത്തനംതിട്ട, തിരുവനന്തപുരം നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ ആവറേജ് 15,000 16,000 ആള് ഒരു പഞ്ചായത്തിൽ. അപ്പൊ ഈ പഞ്ചായത്തുകൾ വിഭജിക്കണമെന്ന് പറഞ്ഞ് സർക്കാർ കൊടുത്ത സമിതികളുടെ റിപ്പോർട്ടുകൾ തന്നെ നിലനിൽക്കുന്നുണ്ട്. അപ്പൊ ഈ പഞ്ചായത്തുകൾ കൂടി ആ സമിതി റിപ്പോർട്ട് നടപ്പിലാക്കിയാൽ മതി. എന്നാൽ 10-40 പഞ്ചായത്ത് മിനിമം മലപ്പുറം ജില്ലയിൽ അധികമായിട്ട് വരും. അപ്പൊ ഇതൊക്കെ മറ്റു സംസ്ഥാനങ്ങളിലുണ്ട്. PV അൻവറും ഈ എന്താ പറയാ ഈ വിഭജന മുന്നേറ്റ സമിതിയും പുതിയ വാദങ്ങൾ ആയിട്ടല്ല വരുന്നത്. നിങ്ങൾക്ക് നൽകിയിട്ടുള്ള ഈ കടലാസുകളിൽ, ഈ പുസ്തകങ്ങളിൽ ആ കണക്ക് മുഴുവൻ പറയുന്നുണ്ട്. ഇത് എന്തുകൊണ്ട് മലബാറിന് ബാധകമല്ല, എന്തുകൊണ്ട് കേരളത്തിന് ബാധകമല്ല? എന്താണ് ഇവിടുത്തെ ഭരണവർഗത്തിന് ഈ തീരുമാനമെടുക്കാനുള്ള പ്രയാസം? എന്താണ് അത് വിവരിക്കപ്പെടണം. അപ്പൊ ഈ ജില്ലകൾ വിഭജിക്കപ്പെടുകയും പുതിയ താലൂക്കുകളും പുതിയ വില്ലേജുകളും ഉണ്ടാകുകയും വിഭജിക്കപ്പെടുന്ന ജില്ലകൾക്ക് പുതിയ റവന്യൂ സംവിധാനങ്ങൾ ഉണ്ടാകുകയും അവിടെയൊക്കെ ഈ പറയുന്ന മെഡിക്കൽ കോളേജുകളും മെഡിക്കൽ സൗകര്യങ്ങളും തിരുവിതാംകൂറിലും കൊച്ചിയിലും ഉള്ളതുപോലെ ഓരോ നിയോജക മണ്ഡലത്തിലും കുട്ടികൾക്ക് പഠിക്കാനുള്ള കോളേജുകളും ITഐകളും ഈ പറയുന്ന എന്താ പറയാ പോളിടെക്നിക്കുകൾ ഉണ്ടാവണം. നമ്മളെ മക്കൾ മുഴുവൻ അന്യ സംസ്ഥാനത്ത് പോയി പഠിക്കുകയാണ്. വീട് പണയം വെച്ചാ പഠിക്കാൻ പോകുന്നത്. കുറെ ആളുകൾ വിദേശത്തേക്ക് പോകുന്നു. അപ്പം ഈ ഒരു ദുരവസ്ഥ അവസാനിപ്പിച്ച് മലബാറിനോടുള്ള അവഗണന അവസാനിപ്പിക്കണം. അതിനു വേണ്ടിയിട്ടുള്ള പൊതുവായിട്ടുള്ള എല്ലാ സാമൂഹിക സാംസ്കാരിക സംഘടനകളെയും ഒരുമിപ്പിച്ച് ഞങ്ങൾ ആദ്യം സെമിനാറുകൾ ആരംഭിക്കുക. ഇതിന്റെ ഫസ്റ്റ് സെമിനാർ 3-ാം തീയതി ഞായറാഴ്ച നിലമ്പൂര്, അതുപോലെ തന്നെ നിലമ്പൂർ, വണ്ടൂര്, ഏറനാട് ഈ 3 മണ്ഡലങ്ങളെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള സെമിനാർ പ്ലാൻ ചെയ്യുന്നുണ്ട്. അതിൽ ഇവിടുത്തെ എല്ലാ സാമൂഹിക സാമുദായിക രാഷ്ട്രീയ കക്ഷി നേതാക്കൾക്കും ഞങ്ങൾ കത്ത് കൊടുക്കുന്നുണ്ട്. ഇതൊരു പൊതു പ്ലാറ്റ്ഫോം ആക്കി ജനങ്ങളെ സംഘടിപ്പിച്ച് മുന്നോട്ട് പോവുക. അതിനാവശ്യമായിട്ടുള്ള പ്രചരണത്തിന് വേണ്ടിയിട്ട് കേരള നെക്സസ് എന്ന് പറയുന്ന ഒരു ചാനൽ ഞങ്ങൾ ആരംഭിക്കുന്നുണ്ട്. ഇതിൽ ആളുകളുടെ, സംഘടനകളുടെ, വ്യക്തികളുടെ എല്ലാവരുടെയും അഭിപ്രായങ്ങളും അതോടൊപ്പം ഇതിന്റെ പ്രചരണം സാധാരണ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള ഫീഡ്ബാക്കുകൾ ഈ ചാനൽ വഴി ഈ പറയുന്ന കേരളത്തിലെ മുഴുവൻ ഗ്രാമങ്ങളിലും പ്രത്യേകിച്ച് മലബാറിലെ മുഴുവൻ ജനങ്ങളിലേക്കും ഒരു നാടൊന്നാകെ നേരിടുന്ന ഈ പറയുന്ന ഭരണകൂടത്തിന്റെ അനീതി തുറന്നു കാട്ടാനും അതിനെതിരെ ശബ്ദിക്കാനും അതോടൊപ്പം മലബാറിലെ ജനങ്ങൾക്ക് അവർക്കുണ്ടായിരിക്കുന്ന ഈ പിന്നോക്കാവസ്ഥക്ക് കാരണം സ്വാതന്ത്ര്യ സമരം കാലഘട്ടം തൊട്ട് ബ്രിട്ടീഷുകാരെ എതിർത്തതിന്റെ പേരിൽ ഉണ്ടായ ആ പിന്നോക്കാവസ്ഥ മറികടക്കാൻ മാറിയ ഗവൺമെന്റുകൾ ഒന്നും ചെയ്യാത്തതിന്റെ അടിസ്ഥാനത്തിൽ ഇനിയെങ്കിലും ഈ രണ്ടുള്ള ആ പാർഷ്യാലിറ്റി അവസാനിപ്പിച്ച് മലബാറിലെ സാധാരണക്കാരായ ജനങ്ങൾക്കും സർക്കാർ മേഖലകളിൽ തൊഴിൽ ലഭ്യമാക്കുന്നതിന് മലബാറിന് സ്പെഷ്യൽ സോഷ്യൽ റിസർവേഷൻ വേണമെന്ന ആവശ്യം ഉന്നയിച്ച് വലിയ പ്രചരണം നടത്തി വരാനിരിക്കുന്ന ഗവൺമെന്റുകൾ, ഇവിടെയുള്ള രാഷ്ട്രീയ പാർട്ടികൾ അവരുടെ നിലപാട് മലബാറിലെ ജനങ്ങളോട് വ്യക്തമാക്കണമെന്ന് ആവശ്യപ്പെട്ട പ്രചരണത്തിലേക്ക് ഞങ്ങൾ കടക്കും. അതിന്റെ തുടക്കം എന്നോളമാണ് ഇന്ന് വളരെ വിശദമായി ഈ ഒരു രീതിയിലുള്ള പ്രസ് മീറ്റ് നടത്തേണ്ടി വന്നത്. ഞായറാഴ്ച നടക്കുന്ന സെമിനാറിലേക്ക് നിങ്ങൾ എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. ഇതൊരു നാടിന്റെ വിഷയമായി, രാഷ്ട്രീയത്തിനപ്പുറം ഇതൊരു സാമൂഹിക അനീതിയുടെ വിഷയമായി പത്രമാധ്യമങ്ങൾ സത്യസന്ധമായി ഈ കാര്യം നിങ്ങൾ ഏറ്റെടുക്കണം. മലബാറിലെ ജനങ്ങൾക്ക് നീതി വാങ്ങിക്കൊടുക്കാനുള്ള പോരാട്ടത്തിൽ ധാർമ്മികമായ നിങ്ങളുടെ പിന്തുണ ഉണ്ടാകണമെന്ന് സ്നേഹപൂർവ്വം അഭ്യർത്ഥിക്കുകയാണ്.
സെമിനാറുകൾ കഴിഞ്ഞതിന് ശേഷമായിരിക്കും. ആളുകളുടെ ഒരു ബോധവൽക്കരണമാണ് നമ്മൾ സെമിനാറുകളും സിമ്പോസിയങ്ങളും. ഇപ്പം നമ്മൾ 2-3 നിയോജക മണ്ഡലം ഒരുമിച്ചാണ്. അത് കഴിഞ്ഞതിന് ശേഷം അത് ഓരോ നിയോജക മണ്ഡലത്തിലും അവിടെ നിന്ന് താഴെ പഞ്ചായത്തുകളിലേക്കും അത് സ്വാഭാവികമായിട്ടും അതിൻ്റെ പ്രചരണ പരിപാടികൾ മുന്നോട്ട് കൊണ്ടുപോകും. വെള്ളാപ്പള്ളിയെ ഞാൻ പോയി കണ്ടിരുന്നു എന്നത് വസ്തുതയാണ്. അത് അന്ന് മറുനാടൻ മലയാളിയുമായി ബന്ധപ്പെട്ട ഈ ഹേറ്റ് യൂട്യൂബേഴ്സിന്റെ വിഷയത്തിൽ ഞാൻ നടത്തിയ പോരാട്ടം നിങ്ങൾക്കറിയാം. അതുമായി ബന്ധപ്പെട്ട ആ വിഷയത്തിൽ ആ സമുദായത്തിന്റെ പിന്തുണ ഉണ്ടാകണം എന്നാവശ്യപ്പെട്ടിട്ടായിരുന്നു ഞാൻ പോയിരുന്നത്. ആ വിഷയം ഇന്നും എന്താ പറയാ നമ്മളെ സമൂഹത്തിൽ കത്തി നിൽക്കുകയാണ്. SNDP ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി കുറിച്ചുള്ള അഭിപ്രായം ഇന്ന് വളരെ മോശമാണ്. എനിക്ക് ശ്രീനാരായണീയ സമുദായം, ആ സമൂഹം, അതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ടവര് ശ്രീ വെള്ളാപ്പള്ളിയെ ചങ്ങലക്കിടണം എന്ന അഭിപ്രായത്തിലാണ് ഇന്നുള്ളത്. കാരണം കഴിഞ്ഞൊരു 5-6 മാസം കൊണ്ട് എന്ത് മാറ്റമാണ് ആ വ്യക്തിയിൽ, എന്ത് സ്വാധീനമാണ് ആ വ്യക്തിയിൽ ഉണ്ടായത് എന്ന് നമുക്ക് ആർക്കും പറയാൻ കഴിയില്ല. എന്തൊരു വൃത്തികെട്ട ഭാഷയിൽ കേരളത്തിലെ പൊതുസമൂഹത്തിന് ചിന്തിക്കാൻ കഴിയാത്ത അത്രയും അറപ്പുളവാക്കുന്ന ഭാഷ ഉപയോഗിച്ചുകൊണ്ട് ഒരു സമൂഹത്തെ, ഒരു സമുദായത്തെ, ആ സമൂഹവുമായി ബന്ധപ്പെട്ട മനുഷ്യരെ, അതിൻ്റെ നേതാക്കന്മാരെ ഇത്ര വികൃതമായി പച്ചയായിട്ട് വർഗീയത പറയുന്നൊരു വ്യക്തി ഒരു തൊഗാടിയ പോലും ഉണ്ടാവില്ല. മറ്റൊരു ടീച്ചർ ഉണ്ടായിരുന്ന അവര് പോലും പറയാൻ അറച്ച വാക്കുകളാണ് വെള്ളാപ്പള്ളി കഴിഞ്ഞ 5-6 മാസങ്ങളായിട്ട് കേരളത്തിലെ പൊതുസമൂഹത്തോട് വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിന്റെ തുടക്കം നിലമ്പൂരിലാണ്. നിങ്ങൾക്കറിയാം, നിലമ്പൂരിലെ ഒരു സുപ്രഭാതത്തിൽ വെള്ളാപ്പള്ളി പ്രത്യക്ഷപ്പെടുകയാണ്. ഞാനൊരു നിലമ്പൂർക്കാരനാണല്ലോ. അവിടെയുള്ള SNDP സമൂഹവുമായിട്ട് നല്ല വ്യക്തിപരമായി ബന്ധമുള്ള ആളുകളാണ്. ഒരു സുപ്രഭാതത്തിൽ അവർക്ക് വിവരം കിട്ടുകയാണ് നാളെ വെള്ളാപ്പള്ളി വരുന്നുണ്ട്, നമ്മൾ ആളുകളെന്ന് വിളിച്ചു കൂട്ടണം. അദ്ദേഹം അവിടെ പ്രത്യക്ഷപ്പെടുന്നു. വലിയ പ്രസ്താവന നടത്തും. എന്താ പ്രസ്താവന? മലപ്പുറം ജില്ല വേറൊരു രാജ്യമാണ്, ഇവിടെ എൻ്റെ സമുദായത്തിന് ജീവിക്കാൻ കഴിയില്ല, ഇവിടെ വെള്ളം കിട്ടുന്നില്ല എൻ്റെ സമുദായത്തിന്, ഇവിടെ ശ്വാസം മുട്ടി മരിക്കുകയാണ്, ഞങ്ങൾ ആകെ പ്രതിസന്ധിയിലാണ്, മലപ്പുറം ജില്ല മുസ്ലിങ്ങളാകെ എന്താ പറയാ വരിഞ്ഞു മുറുക്കി എൻ്റെ സമുദായത്തെ ശ്വാസം മുട്ടിച്ച് കൊല്ലുകയാണ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരിക്കലും നിനക്കാത്തൊരു പ്രസ്താവന. ഒരു മറുപടി എവിടുന്നില്ല. ഞാനന്ന് കൃത്യമായി പറഞ്ഞു, അദ്ദേഹത്തെ നിലമ്പൂരിലേക്ക് അയച്ചത് കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണെന്നും നിലമ്പൂരിൽ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ ഒരു വർഗീയ വിഭജനമുണ്ടാക്കാൻ അദ്ദേഹത്തെ കരാറ് കെട്ടി അയച്ചതെന്ന് ഞാൻ അന്ന് പറഞ്ഞു. അന്ന് വെള്ളാപ്പള്ളിയെ പരാമർശിക്കാനും അദ്ദേഹത്തിന്റെ ആ സ്റ്റേറ്റ്മെന്റിനെ തിരുത്താനും കാര്യപ്പെട്ട ആരും ഉണ്ടായില്ല. പറയാൻ ഒരാൾക്കും ധൈര്യം ഉണ്ടായില്ല. അത് കടന്നുപോയി. കേരള സമൂഹം മുഴുവൻ മലപ്പുറത്തുനിന്ന് ആദ്യം വെള്ളാപ്പള്ളിക്കെതിരെ എതിർ ശബ്ദങ്ങൾ ഉയരുന്നത് ആ സമുദായത്തിൽപ്പെട്ട് ഇവിടെ ഈ നാട്ടിൽ ജീവിക്കുന്ന ആ സമുദായത്തിൽപ്പെട്ട ഹൈന്ദവ കുടുംബങ്ങളാണ്. വെള്ളാപ്പള്ളി ആ പറഞ്ഞത് ശരിയല്ല, ഞങ്ങൾ സമാധാനത്തോടും സന്തോഷത്തോടു കൂടിയാണ് ഞങ്ങൾ ഈ നാട്ടിൽ ജീവിക്കുന്നത് എന്ന് ഈ തെക്ക് നിന്ന് ഇവിടെ വന്ന് സെറ്റിലായ 10, 40, 50 വർഷമായ ആളുകൾക്ക് അത് പറയേണ്ടി വന്നു. അത് കഴിഞ്ഞു മുഖ്യമന്ത്രി ഇതിൽ അഭിപ്രായം പറയണമെന്ന് പറഞ്ഞു. ഒരഭിപ്രായം മുഖ്യമന്ത്രി പറഞ്ഞില്ല എന്ന് മാത്രമല്ല, അത് കഴിഞ്ഞ് 4 ദിവസം കഴിഞ്ഞ് ആലപ്പുഴയിൽ വലിയ സ്വീകരണം കൊടുത്ത് 4 ആൾ പൊക്കത്തിലുള്ള വലിയ പൂമാല ചാർത്തി കൊടുത്തു കേരളത്തിന്റെ മുഖ്യമന്ത്രി. കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഒരു സാമുദായിക നേതാവ് ഇത്ര വൃത്തികെട്ട ഭാഷയിൽ വർഗീയ പറഞ്ഞിട്ട് അവിടെ പ്രോത്സാഹിപ്പിച്ചു. അതിനെ തടുക്കാൻ ആരും ഉണ്ടായില്ല. ഇപ്പം ഏറ്റവും അവസാനം എത്തി നിൽക്കുന്ന എവിടെയാണെന്ന് നോക്കൂ. മലപ്പുറത്ത് പെറ്റുകൂട്ടുകയാണ്, മുസ്ലിങ്ങൾ പെറ്റുകൂട്ടുകയാണ്. ഈ സംസ്ഥാനം ഇതാ മുസ്ലിം സംസ്ഥാനമാകാൻ പോകുന്നു.
എന്റെ സമുദായത്തിന് ഒരു രക്ഷയില്ല. അതുകൊണ്ട് സഹോദരിമാരെ, നിങ്ങളൊക്കെ പെറ്റോളൂ. ഒരു വ്യക്തി വിളിച്ചു പറയാം, അദ്ദേഹം പെറ്റുകൂട്ടുന്നു എന്ന വാക്ക് പറഞ്ഞോട് കൂടിയിട്ട് എന്തായി? സംഘി ചാനലുകൾ അത് ഏറ്റെടുത്തു. സംഘി ഒരു വരിയും കൂടി അതിൽ കൂട്ടിച്ചേർത്തു. എന്താ വരി? പന്നികളെ പോലെ പെറ്റുകൂട്ടുന്നു. ഒരു പ്രസവത്തിൽ 10ഉം 12ഉം കുട്ടികളെ ജനിപ്പിക്കുന്ന, എനിക്ക് തോന്നുന്നു സസ്തനി വിഭാഗത്തിൽപ്പെട്ട പന്നി പ്രസവിച്ചാൽ ഒരു 5-6 കുട്ടികളുണ്ടാവും. അതിലൊക്കെ 10 നമ്മൾ കൂട്ടത്തോടെ പോകുന്നത് കണ്ടിട്ടുണ്ട്. അപ്പൊ അതിന് ഒരു വരി അവിടെ പറഞ്ഞു വെച്ചു, വെള്ളാപ്പള്ളി മുസ്ലിം സ്ത്രീകൾ പെറ്റുകൂട്ടുന്നു. തൊട്ടിപ്പുറത്ത് സംഘികൾ ക്യാപ്ഷൻ കൊടുത്തു, പന്നികളെ പോലെ. ഇപ്പൊ ഈ പറയുന്ന സോഷ്യൽ ഇടത്തിൽ എന്താ ചർച്ച? മുസ്ലിങ്ങൾ പന്നികളെ പോലെ പെറ്റുകൂട്ടുകയാണ് എന്ന് പറഞ്ഞാൽ, എൻ്റെ ഉമ്മയും എൻ്റെ വല്യമ്മയും ഇവിടെ ഇരിക്കുന്ന നിങ്ങളുടെയൊക്കെ ഉമ്മമാർ ഇവിടെ പന്നികളെ പോലെ പെറ്റുകൂട്ടിന. ഒരാള് മറുപടി പറഞ്ഞു? ഒറ്റൊരുത്തൻ ചോദിച്ചോ? എവിടത്തേക്കായി കേരളം പോകുന്നത്? അപ്പൊ ഞാനിതിങ്ങനെ വായിച്ചു നോക്കും, വേറൊരു വ്യക്തി എഴുതിയ ഒരു എന്താ പറയാ ഒരു വാട്സാപ്പ് കുറിപ്പ് ഞാൻ വായിക്കുക. അപ്പൊ നോക്കുമ്പോ വെള്ളാപ്പള്ളിയുടെ ഏട്ടനും അനിയനും പെങ്ങളുമായിട്ട് 12 മക്കളെ വെള്ളാപ്പള്ളിന്റെ അമ്മ പ്രസവിച്ചു. 12 എണ്ണത്തിന് വെള്ളാപ്പള്ളിയുടെ അമ്മ പ്രസവിച്ചിട്ടുണ്ട്. ഒരു കുഴപ്പമില്ല. വെള്ളാപ്പള്ളിയുടെ അച്ഛനും അമ്മക്കുമായി 12 മക്കളുണ്ട്. അപ്പൊ അത് ഈ പറഞ്ഞ വിഭാഗത്തിൽപ്പെട്ടാണ്. അപ്പൊ സംഖ്യകൾ കൊടുക്കുന്ന ആ വിഭാഗത്തിൽപ്പെട്ട പ്രസവാവോ? ഇപ്പൊ എങ്ങോട്ടേക്കാ പോകുന്നത്? ഇവരെയൊക്കെ പിടിച്ചു നിർത്തേണ്ട ഉത്തരവാദിത്തപ്പെട്ട ഭരണാധികാരികൾ. എന്താ ബാക്കിൽ നിന്ന് പിണറായി കൈയൊട്ടി കൊടുക്കുക? ഞാൻ ഈ പറഞ്ഞ രാഷ്ട്രീയം ഏത്? ഞാൻ എവിടുന്ന ഈ ഭരണകൂടമായിട്ട് ഏറ്റുമുട്ടൽ തുടങ്ങുന്നത്? ആ സംഘി രാഷ്ട്രീയം. വെള്ളാപ്പള്ളിയുടെ ഈ പറച്ചിലിൽ കുറച്ച് വോട്ടുണ്ടാക്കാൻ വേണ്ടി കാത്തിരിക്കുക പ്രതിപക്ഷം, ഈ പറയുന്ന ഗവൺമെന്റും പിണറായിയും. ഈ സംസ്ഥാനം എവിടെ എത്തും? ഇനി ഈ തെരഞ്ഞെടുപ്പിന് മുമ്പ് ഇയാൾ എന്തെല്ലാം പറഞ്ഞു കൂട്ടും? ഒരു കേസ് എടുക്കാൻ ധൈര്യം ഉണ്ടായോ? ഉണ്ടായില്ലല്ലോ. അപ്പൊ തന്നെ വാസവൻ പോയിട്ട് പോളിഷ് ചെയ്യല്ലേ. ആലപ്പുഴയിൽ നിന്ന് പൂമാല മുഖ്യമന്ത്രി ചാർത്തി കൊടുക്കുന്നു. നിലമ്പൂരിലെ ഈ വിഷയത്തിന് മുകളിൽ പന്നികളെ പോലെ മനുഷ്യര് മലപ്പുറത്തെ മുസ്ലിങ്ങൾ പെറ്റുകൂട്ടുന്ന് പറയുമ്പോൾ അവിടെ പോകുന്നു വാസവൻ. ഇവിടെയാണ് വിഷയം. ഇനി അതൊക്കെ പോട്ടെ, എന്താ പ്രതിപക്ഷ നേതാവിനെ കുറിച്ച് പറഞ്ഞു? എല്ലാ അതിരുകളും ലംഘിച്ചില്ലേ? പരമപന്നൻ. കേരളത്തിലെ ഒരു പ്രതിപക്ഷ നേതാവിന് അദ്ദേഹം ചാർത്തി കൊടുത്ത പേര് പരമപന്നൻ അല്ലേ പറഞ്ഞ? ഭക്ഷണം കഴിക്കുന്ന ഏതെങ്കിലും ഒരു കോൺഗ്രസിന്റെ നേതാവ് കേരളത്തിൽ ജീവിച്ചിട്ടുണ്ടോ? ഭക്ഷണം കഴിക്കണോ? ഭക്ഷണം താങ്കളാ പറഞ്ഞത് ശരിയല്ല എന്ന് പറയാൻ എന്തേ ത്രാണിയില്ലാത്തത് ഇവിടുത്തെ കോൺഗ്രസ്സുകാർക്ക്? KPCC പ്രസിഡന്റ് വേണ്ടിയോ? ഈ പറയുന്ന വലിയ കോജരാജാക്കന്മാരായ ഒരുപാട് നേതാക്കന്മാരുണ്ടല്ലോ. ഒരാള് പറഞ്ഞോ വെള്ളാപ്പള്ളി നിങ്ങൾ ആ പറഞ്ഞത് ശരിയായില്ല? ഒരാളില്ല. എനിക്ക് സതീശനുമായി വ്യക്തിപരമായ രാഷ്ട്രീയമായിട്ട് അഭിപ്രായ വ്യത്യാസം ഉണ്ടാവും. പക്ഷേ കേരളത്തിലെ 3.5 കോടി ജനങ്ങളെ റെപ്രസെന്റ് ചെയ്യുന്ന ഒരു വ്യക്തിത്വത്തിന്റെ ഉടമ, അതാണ് പ്രതിപക്ഷ നേതാവ്. ആ പരമപന്നൻ എന്ന് വിളിച്ചാൽ അയാളെ പിന്തുണക്കുന്നവരൊക്കെ അതിന്റെ ബാക്കിയല്ലേ? എന്നിട്ട് എളുപ്പുണ്ടായോ കോൺഗ്രസിന്റെ ഏതെങ്കിലും നേതാക്കന്മാർക്ക്? എനിക്കതിൽ സങ്കടം തോന്നി സത്യത്തില്. എന്നിട്ട് അദ്ദേഹം തന്നെ സ്വയം നിന്നിട്ട് പ്രതിപക്ഷ നേതാവ് ഇതിനെ പ്രതിരോധിക്കേണ്ട ഒരു ഗതികേട്. അപ്പൊ ഈ തരത്തിൽ വർഗീയവാദം പറയുന്ന ആളുകളോട് നോ എന്ന് പറയാൻ പോലും ഇവിടെ ത്രാണിയില്ല. അപ്പോഴാണ് ഇവിടെ മലപ്പുറം ജില്ല വിഭജിക്കണം, മലബാറിന് റിസർവേഷൻ വേണമെന്ന് പറയുമ്പോ പറയുന്നതിന് മുമ്പ് വെട്ടാൻ വരും. വരട്ടെ, നമുക്ക് നോക്കാം. അപ്പൊ ഈ രീതിയിൽ വർഗീയവാദികളെ വളർത്തിക്കൊണ്ടുവരികയാണ്. അത് അംഗീകരിച്ചു കൊടുക്കാൻ കഴിയില്ല. എനിക്കതിൽ ബഹുമാനപ്പെട്ട
SNDP സെക്രട്ടറിയോട് പറയേണ്ടത് ആ പരമപന്നൻ എന്ന് പറഞ്ഞ വാക്കും ഈ പെറ്റുകൂട്ടൽ എന്ന വാക്കും അദ്ദേഹം പിൻവലിക്കണം. അല്ലെങ്കിൽ ശ്രീനാരായണീയ സമൂഹം തന്നെ എത്രയോ SNDPക്കാർ പറഞ്ഞു കഴിഞ്ഞല്ലോ. അദ്ദേഹത്തിനെതിരെ പല SNDPക്കാർ ഇപ്പോൾ സുപ്രീം കോടതിയിൽ പലതരത്തിലുള്ള കേസും ഈ സംഘടനയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നുണ്ടല്ലോ. ശ്രീനാരായണ ഗുരുദേവൻ ഇരുന്ന ആ മഹത്വത്തിന്റെ ബാക്കി ഞാനാണെന്നാ പറയുന്നത്. ശ്രീനാരായണ ഗുരുദേവ മഹാദേവന്റെ വാക്കുച്ചരിക്കാൻ ഈ പറയുന്ന വ്യക്തിക്ക് എന്ത് അർഹതയാ ഉള്ളത് എന്ന് അവരുടെ കൂട്ടത്തിൽപ്പെട്ടവരെ ചോദിക്കുന്നുണ്ട്. അപ്പൊ പൊതുസമൂഹമായ ഞങ്ങളെ കൂടി ചോദിക്കേണ്ടി വരിക. മതമേതായാലും മനുഷ്യൻ നന്നായാലും മതി എന്ന് പറഞ്ഞു. ഇയാളുടെ നോട്ടം മുഴുവൻ അങ്ങോട്ടാ മതേതാണ്. ഓ മുസ്ലിമാണോ ഓ ക്രിസ്ത്യാനിയാണോ എന്നുള്ള നോട്ടാ. കോട്ടയത്ത് പോയാൽ അവിടെ പോയിട്ട് ക്രിസ്ത്യാനികൾക്കെതിരെ തെറി വിളിക്കും. മലബാറിൽ വന്ന മാപ്പിളാർക്കെതിരെ തെറി വിളിക്കും. ശ്രീനാരായണ ഗുരു പറഞ്ഞത് മതമേതായാലും മനുഷ്യൻ നന്നായ മതി എന്നാണ്. ഇദ്ദേഹത്തിന്റെ നോട്ടം എവിടെയാണ്? പിന്നെ പുള്ളി മദ്യം മദ്യം കുടിക്കരുത്, മദ്യം കലക്കരുത്, മദ്യം വിൽക്കരുത് അല്ലേ? അന്ന് മുഴുവൻ ഉണ്ടായിരുന്നത് ഈ തെങ്ങും കള്ളാണ്. അത് ചെത്താൻ പോകരുത്, അത് സമൂഹത്തിന്റെ ഏറ്റവും വലിയ ദോഷമെന്ന് പറഞ്ഞ ശ്രീനാരായണ ഗുരു ചെയ്യരുത് എന്ന് പറഞ്ഞ ആ കച്ചവടം ഉപരിയെന്ന്. അപ്പൊ ആ സമുദായവുമായിട്ട് ശ്രീനാരായണ ഗുരു മഹാദേവനുമായിട്ട് എന്ത് പുലബന്ധമില്ല. അപ്പോഴാ പിണറായി പറയുന്നത് എന്താ പറയുന്നത്? ഓ ശ്രീനാരായണ ഗുരുവിനേക്കാളും മേലെയാണ് ആര്? ഈ പറയുന്ന ആള്. ആരാ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നത്? കേരളത്തിന്റെ മുഖ്യമന്ത്രി. അദ്ദേഹം ഇപ്പൊ ഇരിക്കുന്ന കസാലയിൽ ഇരുന്ന ആളുകളുടെ പേരൊന്നും ഇപ്പൊ ഞാൻ പറയണ്ടല്ലോ, എല്ലാവരും പറയാം. അപ്പൊ ഇതുപോലെ ആ സമുദായത്തെ ഇങ്ങനെ എന്താ പറയാ സമൂഹത്തിന്റെ മുന്നിൽ വഷളാക്കിയ ഒരു എന്താ പറയാ ഒരു സാമുദായിക നേതാവ് ഉണ്ടാവില്ല. ഇപ്പൊ നിമിഷപ്രിയ പ്രശ്നം നോക്കൂ നിങ്ങള്. നിമിഷപ്രിയ പ്രശ്നത്തിൽ ബഹുമാന്യായ AP ഉസ്താദ് ഇടപെട്ട് അവരുടെ ജീവൻ രക്ഷിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് കേരളത്തിലെയും ഇന്ത്യയിലെയും ജനങ്ങൾ. എന്നും സാഗൂതം ഇത് കാതോർത്ത് നിൽക്കുക. അത് നല്ലൊരു ഘട്ടത്തിലേക്ക് അത് കാര്യങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ആ ബഹുമാനപ്പെട്ട AP ഉസ്താദിനെ കുറിച്ച് കഴിഞ്ഞ ആഴ്ച ഈ പെറ്റുകൂട്ടലുമായി ബന്ധപ്പെട്ട് വന്ന് അദ്ദേഹം പറഞ്ഞു. എനിക്ക് അദ്ദേഹത്തോട് ചോദിക്കാനുള്ളത്, ഇവിടെ ഇപ്പൊ നമ്മള് നിരവധിയായ ദുരന്തം കഴിഞ്ഞു. നിലമ്പൂരില് വലിയ കവളപ്പാറ ദുരന്തം കഴിഞ്ഞ് ഞാൻ ഇയാളെ അവിടെ എവിടെയും കണ്ടിട്ടില്ല. മനസ്സിലായോ? ഒരു 100 റുപ്യന്റെ 2 പാക്കറ്റ് ബ്രെഡ് ഇതാ SNDPന്റെ വക അവിടെ കൊടുക്കൂ എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് കൊടുത്തയച്ചിട്ടില്ല. ഈ വയനാട് ദുരന്തത്തിന്റെ മുൾമുനയിൽ നമ്മൾ ഇറങ്ങിയിട്ടില്ല. ഒരു ചാക്ക അരി ആ സമുദായത്തിന്റെ പേരും പറഞ്ഞിട്ട് ഈ നാട് കണ്ട ഈ ദുരന്തങ്ങളിൽ എവിടെയെങ്കിലും വെള്ളപ്പള്ളി നമ്മളാരും കണ്ടോ? അതാരെങ്കിലും സഹായിക്കുന്നുണ്ടെങ്കിൽ അവരെയാണ് ഈ തെറി പറയുന്നത്. ഒരു വീട്, ഒരു അരവീട്. അപ്പൊ എന്ത് സാമുദായിക ഉത്തരവാദിത്വം. പിന്നെ പറയുന്ന എന്റെ സമുദായത്തിനൊന്നും കിട്ടിയില്ല എന്നാണ്. ആ സമുദായത്തിന് കിട്ടാത്തിന്റെ ഉത്തരവാദി ആരാ? എങ്ങനെയല്ലേ? എത്രയോ കിട്ടിയിട്ടുണ്ടാവും. കിട്ടിയിട്ടില്ല ഇതിന്റെ ഉത്തരവാദി ആരാ? 10-15 വർഷമായില്ലേ കസാരയിൽ ഇരിക്കുന്നത്. ഇവിടെ മുസ്ലിങ്ങൾ ഭരിക്കാൻ പോവാ. മുസ്ലിമിന്റെ മുഖ്യമന്ത്രി വരും, വേറൊരു ഭാഷ. എന്തേ മുസ്ലിമിന് മുഖ്യമന്ത്രിയാ പറ്റൂലേ? മുസ്ലിം ഇവിടെ ആകെ 36 ദിവസമേ മുഖ്യമന്ത്രി ആയിട്ടുള്ളൂ. പ്രിയപ്പെട്ട വെള്ളാപ്പള്ളി, നിങ്ങളത് മനസ്സിലാക്കണം. ഇവിടെ 3 തവണ ശങ്കർ അടക്കം, VS അടക്കം, പിണറായി അടക്കം പതിറ്റാണ്ടുകൾ കേരളം ഭരിച്ചിട്ടുള്ളത് അദ്ദേഹം ഈ പറയുന്ന സമുദായത്തിന്റെ ജനിച്ചവരാണ്. അവരൊന്നും ആ സാമുദായികവാദികളാണെന്നുള്ള അഭിപ്രായമല്ല കേട്ടോ. അപ്പോൾ ഏറ്റവും കൂടുതൽ മുഖ്യമന്ത്രി ആയത് അദ്ദേഹം പറയുന്ന ഈ സമുദായത്തിന്റെ ആളുകളാണ്. പിണറായിന്റെ സ്വന്തം ആളാണല്ലോ. എന്നിട്ട് ഇപ്പോഴും ഇങ്ങനെ ഈ കരയുന്ന ഒന്നും കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞിട്ട് 9 കൊല്ലായില്ലേ. അപ്പൊ ഇതിലൊക്കെ എന്ത് വസ്തുത? വെറുതെ മുസ്ലിങ്ങളെയും ക്രൈസ്തവരെയും ന്യൂനപക്ഷങ്ങളെയും തെറി വിളിക്കുക. അവനവന്റെ പോരായ്മ പുറത്തേക്ക് വരുമ്പോ അത് ജനങ്ങൾ ചർച്ച ചെയ്യുമ്പോ അതിനെ മറികടക്കാൻ ഈ വർഗീയ വിദ്വേഷം പച്ചയായി കുത്തിവെക്കുന്ന ഈ രീതിയിൽ നിന്ന് അദ്ദേഹം പിന്മാറണം.
എന്ന് തന്നെയാണ് ഞങ്ങളുടെ അഭിപ്രായം. അല്ല, അതിപ്പോ ഞാൻ പറയണ്ടല്ലോ, അതപ്പോ ജനങ്ങൾ തീരുമാനിക്കേണ്ട കാര്യമാണ്. അല്ല, ആരധികാരത്തിൽ വരുന്നതൊക്കെ നമുക്ക് തീരുമാനിക്കാൻ, ജനങ്ങളല്ലേ തീരുമാനിക്കുന്നത്. അങ്ങനെ ആരധികാരത്തിൽ വരണം എന്നുള്ളതൊക്കെ തീരുമാനിക്കാൻ ഇനിയും ഈ പറയുന്ന എന്താ പറയാ 8-9 മാസങ്ങളുണ്ട്. ഇപ്പൊ ഒരു വിഭാഗം ഞങ്ങൾ 100 സീറ്റിൽ അധികാരത്തിൽ വരുമ്പം എന്ന് പറയുമ്പോൾ തന്നെ പാലോട് രവി പറഞ്ഞ് നമ്മൾ കേട്ടല്ലേ. അല്ല, ആ വസ്തുത അവിടെ നിൽക്കുന്നുണ്ടല്ലോ. അപ്പൊ ഇതിന്റെയൊക്കെ വസ്തുതകളൊക്കെ എല്ലാവർക്കും ഈ രാഷ്ട്രീയവുമായി ഇടപെട്ട് നിൽക്കുന്നവർക്കൊക്കെ അറിയാം. അപ്പോ ഇവിടെ ജനങ്ങൾ അനുഭവിക്കുന്ന വിഷയങ്ങൾ, ഇപ്പൊ നാളെ വയനാടിന്റെ ദുരന്തം ഉണ്ടായിട്ടൊരു വാർഷികം പൂർത്തിയാകും. 800 കോടി റുപ്യ കീശയിലിട്ട് കേരളത്തിലെ ഒരു ഗവൺമെന്റും മുഖ്യമന്ത്രിയും ഇതിനെ നടക്കുകയാണ്. അതൊന്ന് കോളറിന് പിടിച്ച് വാങ്ങിക്കൊടുക്കാൻ പോലും കഴിയാത്ത പ്രതിപക്ഷമാണല്ലോ ഈ പ്രതിപക്ഷം. ഇപ്പൊ കൂടുതൽ നമ്മൾ പറയണ്ടല്ലോ. എന്ത് പ്രതിപക്ഷത്തിന് ആ ഒരു കാര്യത്തിൽ പോലും മിണ്ടാൻ എന്താ ഭയം? ആരെയാണ് ഈ ഭയക്കുന്നത്? എന്തിനെയാണ് ഈ ഭയക്കുന്നത്? അപ്പൊ ഇതൊക്കെ ജനം വിലയിരുത്തുന്നുണ്ട്. ആ പച്ചപ്പാവങ്ങൾക്ക് കെട്ടിടത്തിന് വാടക, താമസിക്കുന്ന കെട്ടിടത്തിന് വാടക പോലും കൊടുക്കാൻ കഴിയാത്ത സ്ഥിതിയിൽ പോവുകയാണ്. അപ്പൊ 100 സീറ്റാണോ 200 സീറ്റാണോ എന്നൊക്കെയുള്ളത് നമുക്ക് ജനങ്ങൾ തീരുമാനിക്കട്ടെ. നമുക്ക് ജനങ്ങൾക്ക് വിട്ടുകൊടുക്കാം. അതൊരു യൂട്യൂബ് ചാനലായിരിക്കും. പിന്നെ നമ്മുടെ വെബ്സൈറ്റ് ഉണ്ടാവും. ഈ നെയിമിൽ ഇൻസ്റ്റാഗ്രാമിലെല്ലാം നമ്മളെ സോഷ്യൽ മീഡിയയിൽ എല്ലാ ഭാഗങ്ങളും കവർ ചെയ്തുകൊണ്ട്. അല്ല, അത് മുസ്ലിം ലീഗിന്റെയും കോൺഗ്രസിന്റെയും UDF-ന്റെയും ലീഡർഷിപ്പിനോട് ചോദിക്കണം. അതുപോലെ തന്നെയുള്ള CPM-നും ബാധ്യതയല്ലേ? എന്താ CPM എല്ലാം വലിയ നീതിക്ക് വേണ്ടി പോരാടുന്നത്? ഈ അനീതി എന്താ CPM കാണാതെ പോകുന്നത്? ഇവിടെ ഭരിച്ച എല്ലാ ഗവൺമെന്റുകൾക്കും അതിന് ഉത്തരവാദിത്തമുണ്ട്. ഇവരൊക്കെ എന്തിനാ ഈ ഒളിച്ചു കളിക്കുന്നത്? ഞാനതാ പറഞ്ഞത്. നമ്മൾ ഈ ജില്ല വിഭജിക്കണം എന്ന് പറയുമ്പോൾ PV അൻവർ വിഘടനവാദമാണ്, തൃണമൂൽ കോൺഗ്രസ് വിഘടനവാദമാണ്, ഈ പറയുന്ന വിഭജന മുന്നേറ്റ സമിതി വിഘടനവാദമാണ് ഉന്നയിക്കുന്നത് എന്ന് പറയും. പറയട്ടെ, ഞങ്ങൾ വസ്തുതകൾ വെച്ചിട്ടാ പറയുന്നത്. ആരുമായി ഇതിന് ഡിബേറ്റിനുണ്ട്? ഞങ്ങളെന്ന് വിളിക്കട്ടെ വിഭജനവാദികൾ, വിഘടനവാദികൾ, വർഗീയവാദികൾ എന്ന് പറയട്ടെ. പബ്ലിക്കായി ഡിബേറ്റിന് നമ്മൾ തയ്യാറാകും. നമ്മൾ വസ്തുതകളുടെ അടിസ്ഥാനത്തിലാണ് പറയുന്നത്. അപ്പൊ ഇത് അല്ല, SDPI അത് ആവശ്യപ്പെട്ടത് കൊണ്ട് അത് അവരുടെ ആവശ്യമില്ലാതായി മാറും. SDPI എന്ന് പറയുന്ന ഒരു സംഘടനക്ക് ഇങ്ങനത്തെ ആവശ്യപ്പെടാൻ അവർക്ക് അവകാശമില്ലേ? അവരെ ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമല്ലേ? അവരൊരു നിരോധിത സംഘടനയാണെങ്കിൽ ഗവൺമെന്റ് നിരോധിക്കൂലേ? അപ്പൊ ആ ഒരു രാഷ്ട്രീയ സംഘടന ഈ ജില്ല വിഭജിക്കണം എന്ന് പറഞ്ഞാൽ അതെങ്ങനെയാ വിഘടനവാദമാവുന്നത്? എനിക്ക് മനസ്സിലാവുന്നില്ല. ഇവിടെ ഈ വിഷയവുമായി സഹകരിക്കുന്ന ആരുമായി ഞങ്ങൾ സഹകരിക്കും. ഞങ്ങളിവിടെ BJP-ക്കും ഈ വിഷയം ആവശ്യപ്പെട്ടുകൊണ്ട് കത്ത് കൊടുക്കുന്നുണ്ട്, CPM-നും കത്ത് കൊടുക്കും, ഈ പറയുന്ന SDPI-ക്കും കൊടുക്കും, ഇവിടുത്തെ സോഷ്യൽ സംഘടനകൾക്കും കൊടുക്കും, എല്ലാവർക്കും കൊടുക്കും ഞങ്ങൾ കത്ത്. ഇത് ഈ നാടിൻ്റെ ഒരു ആവശ്യമാണ്. ഇവിടെ അനീതി നടപ്പില്ല. അത് സഹകരിക്കുന്ന ആരുമായി ഞങ്ങൾ സഹകരിക്കും. അല്ല, അത് ലീഗും CPM ഒക്കെ നോക്കുന്നുണ്ടല്ലോ. ഞങ്ങൾ ഈ പണിയൊന്ന് കഴിയട്ടെ. ഞങ്ങൾ ഈ നാട്ടിൻ്റെ മൊത്തത്തിൽ ഈ ജോലി കഴിഞ്ഞിട്ട്, കാരണം ഞങ്ങൾ ഇനി ഇതിലാണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. നമ്മൾ ഇതുവരെ ഉണ്ടായിരുന്ന വിഷയങ്ങൾ ആന്റി പ്രൊഡക്ടിവിറ്റിയുടെ ഭാഗമായിട്ട് ഈ നാടിനുണ്ടായ വിഷയങ്ങളാണ് പറഞ്ഞത്. ഇനി ഒരു പ്രൊഡക്റ്റീവ് പൊളിറ്റിക്സ് ആണ് ഞങ്ങൾ മുന്നോട്ട് വെക്കുന്നത്. അപ്പൊ ആ പ്രൊഡക്റ്റീവ് പൊളിറ്റിക്സിനോടൊപ്പം ഈ നാട്ടിലെ ജനങ്ങൾക്ക് ആശ്വാസം കിട്ടുന്ന ഈ വിഷയങ്ങളായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോകും. ഞങ്ങളുടെ കോൺസെൻട്രേഷനും ഇനി അതിലാണ്. അല്ല, ഞാൻ ഒന്നിനെയും നിസ്സാരമായിട്ടല്ല കാണുന്നത്. അതിലേറെ ഗൗരവമാണിത്. ഇത് 1.5 കോടി ജനങ്ങളെ ബാധിക്കുന്ന, മറ്റത് ഇവിടുത്തെ എന്താ പറയുന്ന 4 കോൺട്രാക്ടർമാരുമായി ബന്ധപ്പെട്ട വിഷയമാണ്. ഞങ്ങളുടെ വിഷയം ഇന്ന് തൊട്ട് ഇതാണ്. ഞങ്ങൾ ഇതിൽ കോൺസെൻട്രേറ്റ് ചെയ്താൽ പോവുക. ഇതിനാണ് മുൻഗണന. മറ്റതൊക്കെ 2, 3, 4 പരിഗണനയിലേക്ക് മാറും.
സെമിനാർ മഞ്ചേരി CN ഓഡിറ്റോറിയത്തിൽ, വണ്ടൂർ CN ഓഡിറ്റോറിയത്തിൽ 3-ാം തീയതി ഞായറാഴ്ച വൈകുന്നേരം 5 മണിക്ക്. അപ്പൊ ഈ പ്രസ് മീറ്റിന് ശേഷം ഞങ്ങൾ പലരെയും ക്ഷണിക്കുന്നുണ്ട്. അത് പത്രഗ്രൂപ്പായിട്ട് തലേ ദിവസം നമുക്ക് തരും. ഓക്കെ, താങ്ക് യു മൈ ഡിയേഴ്സ്.